ശ്രദ്ധിക്കണേ. സോ നമ്മളെ ചാപ്റ്ററിന്റെ പേര് ആവറേജ്. അക്കൗണ്ട്സിന്റെ നോട്ട്സ് ഞാൻ നല്ല അയച്ചുതരാം, തിരക്കാക്കല്ല, അയച്ചുതരാം. ഇത് ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് 11 മണി മുതൽ 3 മണി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ വെറുതെ കിട്ടിയതല്ല സംഭവം. നമ്മൾ ഈ 2 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ചില്ലറ കാര്യമല്ല 2 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, ചില്ലറ കാര്യമല്ല. 2 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ 4-5 മണിക്കൂറിന്റെ പണിയുണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് 3 മണിക്ക് കിടന്നിട്ട് 7 മണിയാകുമ്പോഴേക്ക് ഒരു 8 മണിയാകുമ്പോൾ എണീക്കാന്നൊക്കെ വിചാരിച്ചാൽ 6:45 കോള് വന്ന് എന്നെ ഏൽപ്പിച്ച പിള്ളേര്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിന്റെ പേര് ആവറേജ് ഡ്യൂ ഡേറ്റ്. ശ്രദ്ധിക്കുക, ഈ ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസെപ്റ്റ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞത് ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ മീനിങ്. ഇൻവെന്ററീസും കൂടി എടുക്കുന്നുണ്ട്, സോ ആരും പോണ്ട. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ നമ്മൾ ആവറേജ് ഡ്യൂ ഡേറ്റ് നല്ല കൃത്യമായിട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, സോ ആവറേജ് ഡ്യൂ ഡേറ്റ് മീൻസ്, ഇപ്പൊ സപ്പോസ് ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കണം, ജനുവരി 1 പേയ്മെന്റ് കൊടുക്കണം വിചാരിച്ചു. ഓക്കെ, ഒരു 1000 rupees പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ ജനുവരി 15 ആവുമ്പോഴേക്കും വേറൊരാൾക്ക് അതേ ആൾക്ക് 500 രൂപ കൂടി കൊടുക്കണം. എന്താണ്, ജനുവരി 1 1000 രൂപ കൊടുക്കാനായിട്ട് ജനുവരി 15 500 രൂപ നിങ്ങൾ കൊടുക്കാനായിട്ട് വിചാരിക്കാം. ഓക്കെ, സോ ജനുവരി ഒരു മിനിറ്റ് ആണ്. ഓക്കെ, സോ ജനുവരി 1 1000 കൊടുക്കണം, ജനുവരി 15 500 കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയാണ്, ഒരു ദിവസം നിങ്ങൾ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ദിവസം നിങ്ങൾ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഒരു ദിവസം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 2% 1% ഇൻട്രസ്റ്റ് കൊടുക്കണം വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ജനുവരി 1 കൊടുക്കേണ്ടത്, സപ്പോസ് ഞാൻ ജനുവരി 10 പേയ്മെന്റ് കൊടുക്കുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഒരു ദിവസം എനിക്ക് 1% ഇൻട്രസ്റ്റ് വരാണെങ്കിൽ, ഓക്കെ, ഈ 9 ദിവസം ലേറ്റ് ആക്കിയില്ലേ, 1 കൊടുക്കേണ്ടത് 10 കൊടുക്കും. 9 ദിവസം ലേറ്റ് ആക്കിയതിന് എനിക്ക് 9 ദിവസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേടാ, അല്ലെ? 9 ദിവസം ഇൻട്രസ്റ്റ് കൊടുക്കണം. യെസ്, അപ്പൊ 9 ദിവസത്തേക്ക് 90 rupees കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ജനുവരി 15 കൊടുക്കേണ്ട 500 രൂപ ജനുവരി 15 തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട, ഇൻട്രസ്റ്റ് പേയ്മെന്റ് എടുത്തിട്ട. പക്ഷെ ജനുവരി 16 കൊടുക്കുന്നെങ്കിൽ ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് 5 രൂപ കൊടുക്കണ്ടേ? ഞാൻ നിങ്ങൾ അസ്യൂം ചെയ്യാം ഇത് ഈ 1% ഒരു ദിവസത്തേക്കാണെന്നുള്ള രീതിയിലാണ്. നോർമലി നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും, ഇയർലി 10% അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കാം, അല്ലെ? ഇയർലി 10% ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഞാനിവിടെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ 16 കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ, അപ്പോ ഇവിടെ ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, നിങ്ങളിപ്പോ ഈ 15 കൊടുക്കേണ്ട 500 രൂപ നിങ്ങൾ കുറച്ച് മുന്നേട്ട് കൊടുക്കുന്നു. ഓക്കെ, അതായത് ജനുവരി 10 കൊടുക്കുന്നുണ്ടായിരിക്കും, 5 ദിവസം മുന്നേ. ഓക്കെ, 5 ദിവസം മുന്നേ നിങ്ങൾ ഈ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ദിവസത്തെ ഇൻട്രസ്റ്റ് അവർ തിരിച്ച് ഇങ്ങോട്ട് തരണ്ടേ, അല്ലെ? 5 ദിവസം മുന്നേ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ 5 ദിവസം തരണ്ടേ? യെസ്, അപ്പോ 25 രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണം, റൈറ്റ്? അപ്പൊ ജനുവരി 10 നിങ്ങൾ 1000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 90 rupees ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 25 രൂപ ഇങ്ങോട്ട് കിട്ടണം. സോ നെറ്റ് ഇഫക്റ്റില് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് 65 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്, അല്ലെ? അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ അല്ലേ? യെസ്. ഇനി നേരെ മറിച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഞാൻ ജനുവരി 4 ഈ പേയ്മെന്റ് കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ജനുവരി 4 പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ജനുവരി 4 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തെ ഇൻട്രസ്റ്റ് 30 രൂപ കൊടുക്കണ്ടേ, അല്ലെ? ജനുവരി 4 ഈ 1000 രൂപ കൊടുക്കുന്നെങ്കിൽ 30 രൂപ കൊടുക്കണ്ടേ? യെസ്. അപ്പൊ 4 കൊടുക്കുമ്പോൾ ഇവിടെ 11 ദിവസം മുന്നേ ഞാൻ ഈ 500 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. എന്താണ്, ജനുവരി 4 പേയ്മെന്റ് എടുക്കുന്നത്. അപ്പൊ 11 ദിവസം മുന്നേ പേയ്മെന്റ് എടുത്തു. അപ്പൊ 11 ദിവസത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലാഭമല്ലേ? അല്ലെങ്കിൽ ഇങ്ങോട്ട് തരണ്ടേ, അല്ലെ? അപ്പൊ 55 രൂപ ഇങ്ങോട്ട് തരണം. സോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് 30, ഇങ്ങോട്ട് കൊടുക്കേണ്ടത് 55. സോ ദാറ്റ് മീൻസ് 25 rupees നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, റൈറ്റ്? അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾ ഈ ആവറേജ് ഡ്യൂ ഡേറ്റ് മീൻസ് നിങ്ങൾ ഒരു ഡേറ്റ് കണ്ടെത്തണം. ആ ഡേറ്റില് നിങ്ങളിപ്പോ കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കിട്ടേണ്ട ഇൻട്രസ്റ്റും സെയിം ആവാം. മനസ്സിലായോ? എന്താണ്, കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കിട്ടേണ്ട ഇൻട്രസ്റ്റും സെയിം ആവുന്ന ടൈപ്പ്.
ഇവിടെ തന്നെ ഒരു ക്ലിയർ കട്ട് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ജനുവരി 16 എഴുതി ശരിക്കേ, ജനുവരി 16 ജനുവരി 1 ജനുവരി 16 ഓക്കെ, ജനുവരി 1 1000, ജനുവരി 16 500. സോ ജനുവരി 1 ഞാൻ ഇവിടെ ഒരു 6-ാം തീയതിയാണ് പേയ്മെന്റ് നടത്തുന്നത്. 6th ജനുവരിക്കാണ് ഈ ഫുൾ പേയ്മെന്റ് നടത്തുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 1000 രൂപയ്ക്ക് 5 ദിവസത്തെ ഇൻട്രസ്റ്റ് 50 രൂപ കൊടുക്കണ്ടേ അല്ലെ? 50 രൂപ അങ്ങോട്ടേക്ക് കൊടുക്കണ്ടേ? യെസ്. ഈ 16-ന് കൊടുക്കേണ്ട സാധനം 10 ദിവസം മുമ്പേ വരുമ്പോ 50 രൂപ ഇതിന്റെ മുകളിൽ 10% ഒരു ദിവസം 5 രൂപ, അപ്പൊ 10 ദിവസം 50 രൂപ. 50 രൂപ ഇങ്ങോട്ട് കിട്ടൂലേ? യെസ്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്തായി? 0 ഇൻട്രസ്റ്റ് ആയില്ലേ? അങ്ങോട്ടേക്ക് 50 ഇങ്ങോട്ടേക്ക് 50 എന്നുള്ള രീതിയിലായില്ലേ അല്ലെ? അപ്പൊ ഈ പർട്ടിക്കുലർ ഡേറ്റ് ജനുവരി 6 എന്നുള്ള ഡേറ്റിന് നിങ്ങൾ ഈ ഫുൾ എമൗണ്ട് 1500 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് അങ്ങോട്ടും കൊടുക്കണ്ട ഇങ്ങോട്ടും ഇല്ല അവസ്ഥയായി. ഓക്കെ, ആ ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. മനസ്സിലായോ? നമ്മുടെ എയിം മനസ്സിലായില്ലേ? ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? ശരി. സോ അതാണ് ആവറേജ് ഡ്യൂ ഡേറ്റ്. സോ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ. എന്താണ്? ബേസ് ഡേറ്റ് പ്ലസ് ടോട്ടൽ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് എമൗണ്ട്സ്. സോ ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? ബേസ് ഡേറ്റിന്റെ കൂടെ ടോട്ടൽ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് എമൗണ്ട്സ്. ഇപ്പോ ശ്രദ്ധിക്കണേ, നമ്മൾ ഇപ്പൊ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചെയ്തത്. ഓക്കെ, ജനുവരി 1-നും ജനുവരി 16-നും അല്ലേ നമ്മളെ പേയ്മെന്റ് പറഞ്ഞത്? 1000 500. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബേസ് ഡേറ്റ് ആയിട്ട് ഞാൻ ജനുവരി 1-നെ എടുക്കുകയാണെന്ന് വിചാരിക്കും. എന്താണ്? ജനുവരി 1-നെ തന്നെ ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബേസ് ഡേറ്റിൽ നിന്നും ഈ ഡ്യൂ ഡേറ്റ് വരെ, ഓക്കെ, ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത് ജനുവരി 1 തന്നെയാണ്. ഓക്കെ, ബേസ് ഡേറ്റിൽ നിന്നും ഡ്യൂ ഡേറ്റ് ജനുവരി 1 ആണെന്ന് വിചാരിക്കും. അപ്പൊ ജനുവരി 1 വരെ എത്ര ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്? 0 അല്ലെ? 0 ഡേയ്സ് അല്ലെ? യെസ്. ഇനി ജനുവരി 1 മുതൽ ആ ബേസ് ഡേറ്റ് മുതൽ ജനുവരി 16 വരെ എത്ര ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്? 15 ദിവസം. വൈ 15? 16 ആണോ? അല്ല. ഫസ്റ്റ് ഡേ എന്ത് ചെയ്യണ്ട? ഫസ്റ്റ് ഡേ എന്ത് ചെയ്യണ്ട? ഇൻക്ലൂഡ് ചെയ്യണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അതിനോട് 15 ദിവസം വേണ്ട. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രൊഡക്റ്റ് എടുക്കണം. ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. യെസ്, പ്രൊഡക്റ്റ് എടുക്കുക. സോ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 0. 500 into 15 എത്രയാണ്? 500 into 15 എത്ര? 7500 ആണോ? 7500. 7500. യെസ്. ഇപ്പൊ പ്രൊഡക്റ്റ് കിട്ടി. ആ പ്രൊഡക്റ്റിന്റെ സമ്മ 7500 അല്ലേ? പ്രൊഡക്റ്റിന്റെ സമ്മ 7500 അല്ലേ? ആ, ആൻഡ് എമൗണ്ടിന്റെ സമ്മ 1500 അല്ലേ? പ്രൊഡക്റ്റിന്റെ സമ്മ 7500, എമൗണ്ടിന്റെ സമ്മ 1500. സോ ദാറ്റ് മീൻസ് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 5 എന്ന് കിട്ടൂലേ? 7500 ഡിവൈഡ് ബൈ 1500 5. സോ ബേസ് ഡേറ്റിന്റെ കൂടെ 5 ദിവസം കൂടി കൂട്ടാം. ബേസ് ഡേറ്റിന്റെ കൂടെ 5 ദിവസം കൂടി കൂട്ടാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ യു വിൽ ഗെറ്റ് ഹൗ മച്ച്? ജനുവരി 1-ന്റെ കൂടെ 5 ദിവസം കൂടി കൂട്ടി കഴിഞ്ഞാൽ ജനുവരി 6 എന്ന് കിട്ടിയില്ലടാ. യെസ്, ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ആണ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, പോയിന്റ്സിനെ പറഞ്ഞത്. ഈ ഒരു ഇതാണ് മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞാണ് മെയിൻ കോൺസെപ്റ്റ്. ഇത് വെച്ചിട്ടാണ് ഫുൾ ഡെവലപ്മെന്റ്. ഇനിയിപ്പോ എമൗണ്ട് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്, അതായത് ഡ്യൂ ഡേറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6-ാം തീയതിയാണെന്ന് വിചാരിക്കും. 6-ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ പേയ്മെന്റ് ഈ 1500 കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, 6-ാം തീയതിയാണ് കൊടുക്കേണ്ടത് ആവറേജ് ഡ്യൂ ഡേറ്റ്. 6-ാം തീയതിക്ക് മുമ്പേ 5-ാം തീയതിയാണ് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത് 1500. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ മുന്നേ കൊടുത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും അല്ലെ? ഇങ്ങോട്ടേ കിട്ടും. യെസ്. ആൻഡ് ഒരു ദിവസം ലേറ്റ് ആയിട്ട് ഇപ്പൊ 10-ാം തീയതിയാണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നെങ്കിൽ 4 ദിവസത്തെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണ്ടേ? യെസ്. അപ്പൊ എമൗണ്ട് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ റിബേറ്റ്, ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ്. ഓക്കെ, യെസ്. ഇത് ഒരാൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എ എന്ന വ്യക്തിക്ക് ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള പൈസ മാത്രമാണ് ഈ 1000 500 എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള പൈസ മാത്രമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 2 പേര് കേസ് വരാം. whenever A and B sell goods to each other, average due date എന്താണ്?
രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, എ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ബി ഇങ്ങോട്ടേക്ക് തരാനുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ 1000 അങ്ങോട്ട് കൊടുക്കാനുണ്ട്, 500 അങ്ങോട്ട് കൊടുക്കാനുള്ള കാര്യം. നേരെ മറിച്ച് 1000 അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്, 500 അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്, 300 എനിക്ക് കിട്ടാനുണ്ട്, 1000 ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ആ കേസ് എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് സെയിം രീതി തന്നെ ചെയ്യാം. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് സം ഓഫ് പ്രൊഡക്റ്റ് കിട്ടും, ഇവിടെയും സം ഓഫ് പ്രൊഡക്റ്റ് കിട്ടൂലേ? അല്ലെ, രണ്ട് സ്ഥലത്ത് സം ഓഫ് പ്രൊഡക്റ്റ് കിട്ടൂലേ? 1500 ഉണ്ട് ഇവിടെ, 1500 ഉണ്ട്, ഇപ്പുറത്ത് 1300 ഉണ്ട്. സോ ഇവിടെ നോക്കുമ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു നോക്കുക, ഡേയ്സ് എത്രയാണ് നോക്കിയിട്ട് പ്രൊഡക്റ്റ് എടുത്തു നോക്കും. സോ ബേസ് ഡേറ്റ് ഒക്കെ കറക്റ്റ് എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ സം ഓഫ് പ്രൊഡക്ട്സിന്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഡിഫറൻസ് ഇൻ സം ഓഫ് പ്രൊഡക്ട്സ്, എന്നിട്ട് അതേപോലെ ഡിഫറൻസ് ഇൻ എമൗണ്ട്. ഓക്കെ അല്ലെ? ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റും ടോട്ടൽ എമൗണ്ട് ആണ് എടുത്തത്. രണ്ടാള് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസും എമൗണ്ടിന്റെ ഡിഫറൻസും. ഓക്കെ, സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു കൺസിഡർ ഈസ്, ഇപ്പൊ പറഞ്ഞ പോലെയല്ല ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിന്റെ കേസാണ്. ഓക്കെ, നിങ്ങൾ ബില്ലിന്റെ കേസ് ഒക്കെ പറയുമ്പോൾ അവർ പറയും 1st ജാനുവരിയിൽ ഡ്രോൺ ചെയ്തതാണ് 1 month എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം 1 month ആണ് ഡ്യൂ ഡേറ്റ് വരിക അല്ലെ? ഇപ്പൊ ഫെബ്രുവരി 1 + 3 days ഗ്രേസ് പീരീഡ് കൂടി ഇല്ലേ അല്ലെ? ആ 3 daysന്റെ ഗ്രേസ് പീരീഡും കൂടി ഇട്ടിട്ട് വേണം നിങ്ങൾ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് മാറിപ്പോലെ ഡ്യൂ ഡേറ്റ് കറക്റ്റ് ഗ്രേസ് പീരീഡ് 3 days കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 1ന്റെ കൂടെ 3 days കൂടി ആഡ് ചെയ്ത് ഫെബ്രുവരി 4 എന്നുള്ള രീതിയിൽ എടുക്കും അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത, ഇപ്പൊ ജനുവരി 1 വെച്ചിട്ട് ചെയ്ത പരിപാടി ഇല്ലേ, ബേസ് ഡേറ്റ് എടുത്ത്, അത് എവിടെ നിർത്തും? ഫെബ്രുവരി 4 വെച്ചെടുക്കും. അങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലെ? യെസ്, നമുക്ക് ഇല്ലസ്ട്രേഷൻസ് ഡിസ്കസ് ചെയ്യാം, ഡോണ്ട് വറി. നെക്സ്റ്റ്, പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അല്ലെ, ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് വാട്ട്? സൺഡേ. ഓർമ്മയുണ്ടല്ലോ, പബ്ലിക് ഹോളിഡേ നമുക്ക് മുമ്പേ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പബ്ലിക് ഹോളിഡേ ഇൻക്ലൂഡിംഗ് സൺഡേ. സോ അങ്ങനെയുള്ള കേസിൽ വി ഹാവ് ടു ടേക്ക് പ്രിസീഡിംഗ് ഡേറ്റ് അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കണേ, ഡിസംബർ 23-നാണ് ഒരു മാസത്തെ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഗ്രേസ് നമ്മൾ ഡേറ്റ് വരുന്നത് 26-നല്ലേ അല്ലെ? 26 എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്, റൈറ്റ്? അപ്പൊ ഏത് ഡേറ്റ് എടുക്കണം? 25 ജനുവരി വേണം ഇതായിട്ട് എടുക്കാൻ, നിങ്ങളെ ഡ്യൂ ഡേറ്റ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ അല്ലെ? ഡിസംബർ 23-നാണ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു മാസത്തെ ആണെന്ന് വിചാരിക്കും. സോ ജനുവരി 26 എന്ന് എടുക്കട്ടെ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്, അല്ലെങ്കിൽ സൺഡേ ആണെങ്കിൽ അതും നോക്കണേ. അത് നോക്കിയിട്ട് 25-നാണ് വരിക. ഇപ്പൊ 26 റിപ്പബ്ലിക് ഡേ, 25 സൺഡേ. ശ്രദ്ധിക്കണേ, 26 റിപ്പബ്ലിക് ഡേ, 25 സൺഡേ. അങ്ങനെയാണെങ്കിൽ ഏത് വരാം? 24. അപ്പൊ പ്രിസീഡിംഗ് ഡേ നോക്കിയാൽ മതി. ഓക്കെ അല്ലെ? ക്ലിയർ. ഇനി അതേപോലെ എമർജൻസി ഹോളിഡേ തരാണ്. പെട്ടെന്ന് നിങ്ങൾ ബില്ല് ഡ്രോ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഡിസംബർ 1-ന് ബില്ല് ഡ്രോ ചെയ്തു. ബില്ല് ഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഡേറ്റ് വരുന്നത് ജനുവരി 4-നാണ്. ഓക്കെ, ജനുവരി 4 ഒരു പബ്ലിക് ഹോളിഡേ ഒന്നും അല്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ജനുവരി 4-ന് എന്ത് ചെയ്തു? ഇങ്ങനെ പ്രശ്നം വന്നു, അതായത് ഒരു എമർജൻസി ഹോളിഡേ. അപ്പൊ അന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് ഡിസൈഡ് ചെയ്തല്ലേ. ഇപ്പൊ ജനുവരി 5 വേണം എടുക്കാൻ. ഓക്കെ ആണോ? സോ ഇത്രയും ഫാക്ടറാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ എല്ലാം? സോ ബേസ് ഡേറ്റ് പ്ലസ് ടോട്ടൽ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് എമൗണ്ട്സ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കണം, ചെയ്യാം. റിബേറ്റ് ഇൻട്രസ്റ്റിന്റെ കാര്യം നോക്കാം, ഇഗ്നോർ ചെയ്യണം ഫസ്റ്റ് ഡേറ്റിനെ. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ 3 days ആഡ് ചെയ്യാം. പബ്ലിക് ഹോളിഡേ ഉണ്ടെങ്കിൽ 1 day ബിഫോർ, ഇമർജൻസി ആണെങ്കിൽ. ദാറ്റ്സ് ഓൾ. സോ നെക്സ്റ്റ് നമ്മൾ 4 കേസസ് മാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. 4 കേസസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് ഞാനിവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ 3, 6, 8, 10, 11 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം, പ്രശ്നമില്ല. എന്തായാലും സമയമുണ്ട്, നോട്ട് വറി, വിൽ ഡിസ്കസ് ഇറ്റ്. സോ കേസ് 1, കാൽക്കുലേഷൻ 1 വെൻ 1 party ഇൻവോൾവ്. ഓക്കെ, അപ്പോ 1 party മാത്രം ഇൻവോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡിസ്കസ് ചെയ്തതല്ലേ? 1 party ഉണ്ടാകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ 1000 രൂപ 500 രൂപയുടെ കേസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇനി ഇതേ സാധനം തന്നെ ബില്ലിന്റെ കേസ് എങ്ങനെയാന്ന് വരുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഡ്യൂ ഡേറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെ? ഡ്യൂ ഡേറ്റ് ശ്രദ്ധിക്കണം. ബില്ലിന്റെ കേസ് ആണെങ്കിൽ ഡ്യൂ ഡേറ്റ് നോക്കണം.
ഓക്കെ ആണോ? സോ ഇല്ലുസ്ട്രേഷൻ 3 നിങ്ങൾ ചെയ്ത് നോക്കിയാല് അവിടെ നോക്കുമ്പോ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ 3 1, 2, 4 നോക്കണ്ട, അത് തിരിഞ്ഞു പോലെ നോക്കണ്ട കേട്ടോ. സെയിം ടൈപ്പ് ആണ് വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഡയറക്റ്റ് 3 നോക്കാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റിനിലോട്ട് പോയാൽ മതി. ഓക്കെ അല്ലേ? സോ ഇതില് കണ്ടോ, ഇവിടെ ഡേറ്റ് ഓഫ് ബില്ല് എത്രയാ? ഓഗസ്റ്റ് 10. 3 months ടേം പറയുന്നുണ്ട്. സോ 3 months എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അല്ലെ? നവംബർ 13 അല്ലെ? നവംബർ 13 വേണ്ട എടുക്കാൻ. യെസ്. സോ അങ്ങനെ ഇതാ ഡ്യൂ ഡേറ്റ് എടുത്തു പോവാം. ഡ്യൂ ഡേറ്റ് എടുത്തു പോവാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? നിങ്ങളെ പബ്ലിക് ഹോളിഡേസ് ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഡേയ്സ് ഫസ്റ്റ് ഡേ എക്സ്ക്ലൂഡ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്പർ ഓഫ് ഡേയ്സ് സെലക്ട് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക, സംഭവം പരിപാടി. ഓക്കെ, യെസ്. സോ ഇവിടെ ഈ പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സിന്റെ കാര്യത്തിൽ റൗണ്ടിങ് ഓഫ് വരും. ഓക്കെ, റൗണ്ടിങ് ഓഫ് ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. യെസ്, ക്ലോസസ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഇവര് 162.3 163 എടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട്. പക്ഷെ നോർമലി നിങ്ങൾ സാധാരണ റൗണ്ടിങ് ഓഫ് എങ്ങനെയാ ചെയ്യുക? 2.5 ആണെങ്കിൽ 3 അല്ലെ, 2.4 ആണെങ്കിൽ 2, അതേപോലെ ചെയ്താൽ മതി, റൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ. ഓക്കെ, യെസ്. സോ 1 party ഇൻവോൾവ് എന്നുള്ള കേസ് ക്ലിയർ ആണോ? 1 party ഇൻവോൾവ് ഇസ് ക്ലിയർ. ഈ ചാപ്റ്ററിന് 5 മാർക്കേ ചോദിക്കുള്ളൂ. അത് ചിലപ്പോ ചോദിക്കാം, ചോദിച്ചില്ല. ചോദിച്ച 5 മാർക്ക്, ചോദിച്ചില്ലേ ഇല്ല. എന്ത് സംഭവിക്കാം? ഒന്നെങ്കിൽ ചോദിക്കുകയില്ല, അല്ലെങ്കിൽ 5 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇത് അഡീഷണൽ പാർട്ടാണ്. ആ തേർഡിന് കൂടെ ഒരു അഡീഷണൽ പാർട്ട് ഞാൻ ചോദിക്കുക. ശ്രദ്ധിക്കേ, ഇപ്പൊ 20 ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഇപ്പൊ ഞാൻ ചെയ്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 20-ാം തീയതിയാണ് ആവറേജ് ഡ്യൂ ഡേറ്റ് ഇട്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയാണ് ജനുവരി 25-നാണ് പേയ്മെന്റ് നടത്തുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 5 ദിവസത്തെ ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ അല്ലെ? 5 ദിവസത്തേക്ക് ടോട്ടൽ എമൗണ്ടിന്റെ മുകളിൽ 5 ദിവസത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് നോക്കാം. ഈ 20,000-ന്റെ മുകളിൽ 10% ആണെങ്കിൽ 5 ദിവസത്തേക്ക് എത്രയും നോക്കാം. അതേപോലെ 20-ാം തീയതിക്ക് പകരം നിങ്ങൾ ജനുവരി 19-നാണ് പേയ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് റിബേറ്റ് കിട്ടൂലേ? യെസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ അല്ല? ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കേസ് 1 ആൻഡ് കേസ് 2. കേസ് 2 വായിച്ചു നോക്കുക. 2 പാർട്ടീസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ല. ഇതും ഞാനിപ്പോ പറഞ്ഞാണ്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ബില്ല് റിസീവബിളും ബിൽ പേയബിളിന്റെ കേസ്. ഒന്ന് കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത് അല്ലെ? കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്. അതേപോലെ പർച്ചേസും സെയിലും വരാം അല്ലെ? പർച്ചേസ് മീൻസ് കൊടുക്കാനുള്ളത്, സെയിൽ മീൻസ് കിട്ടാനുള്ളത്. അത് മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലെ? അല്ലേ? ബില്ല് റിസീവബിളിന്റെ കേസും ബിൽ പേയബിളിന്റെ കേസും വരാം. പർച്ചേസും സെയിൽ, അതായത് ഞാൻ എയും ബിയും ഉണ്ട്. ഓക്കെ, എ പർച്ചേസ് ടു ബി, പർച്ചേസ് ഫ്രം ബി. അതേപോലെ എ സെയിൽ ടു ബി, അങ്ങനെ സംഭവിക്കാം. സോ എ പർച്ചേസിങ് ഫ്രം ബി ആവുമ്പോൾ എ ആണ് ബിക്ക് പൈസ കൊടുക്കാനുള്ളത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ പർച്ചേസ് ആണെങ്കിലും ബില്ലിന്റെ ആണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് നേരെ ആകും. എ ആണോ, എയുടെ കേസാണ് പറയുന്നത്. എ ആണ് ബിൽ റിസീവബിൾ ബിൽ പേയബിൾ എന്ന് എഴുതിയിട്ടെന്ന് വെച്ചു. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും. എ ടു ബി ബിൽ റിസീവബിളിന്റെ മാറ്റർ എഴുതാം, എന്നിട്ട് ബി ടു എ എന്ന് എഴുതാം. എന്നിട്ട് ഡിഫറൻസ് നോക്കിയാൽ മതി, എത്രയാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ഡയറക്ട്ലി ഇവിടെ ചെയ്ത് നോക്കാം. 6ഉം 8ഉം നോക്കിയാൽ മതി. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, 6th 1 നോക്കാം. 6th 1 ചെക്ക് ചെയ്യും. 6th 1 ബില്ല് റിസീവബിൾ. റിസീവബിൾ എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള പൈസ അല്ലടാ അല്ലെ? ബില്ല് റിസീവബിൾ കിട്ടാനുള്ള പൈസ അല്ലേ? യെസ്. പേയബിൾ കൊടുക്കാനുള്ള പൈസ അല്ലേ? അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എത്രയാണ് പേയ്മെന്റ് നടത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്, ഇത്ര കിട്ടാനുണ്ട്, ഇത്ര കൊടുക്കാനുണ്ട് അല്ലെ? ഡിഫറൻസ് അല്ലേ? അല്ലെ? അത് പ്രശ്നമില്ല, അത് കണ്ടുപിടിക്കാൻ നമുക്ക് പണിയില്ല. കാരണം എന്താ, ബില്ല് റിസീവബിൾ ടോട്ടൽ 14,000, പേയബിൾ 11,000. സോ ദാറ്റ് മീൻസ് 3,000 രൂപ കിട്ടാനില്ലേ അല്ലെ? 3,000 രൂപ കിട്ടാനല്ലേ ഉള്ളത്. യെസ്. സോ അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്. അതാ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും, നമ്പർ ഓഫ് ഡേയ്സ് എടുത്ത് പ്രൊഡക്റ്റ് എടുക്കും. അടുത്തരും അതേപോലെ നമ്പർ ഓഫ് ഡേയ്സ് എടുത്ത് പ്രൊഡക്റ്റ്. എന്നിട്ട് ഈ ഡിഫറൻസ് ഉണ്ടാവും. ഡിഫറൻസ് ഇൻ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ എമൗണ്ട് ചെയ്താൽ. ഓക്കെ, ഡിഫറൻസ് ഇൻ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ എമൗണ്ട്. ഇത്ര ഡേയ്സ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ അത് നോക്കണമെന്നില്ല, കാരണം ഇത് പർച്ചേസസ് ബൈ ഗ്രീൻ ഫ്രം റെഡ് എന്ന് പറയുമ്പോൾ ബൈ ഗ്രീൻ ആണ്. ഗ്രീൻ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള പൈസ അല്ലേ? ഗ്രീന് ടു റെഡ് പേയ്മെന്റ് അടുത്തല്ല, പേയ്മെന്റ് അല്ലേ ഇത്?
ഇത് റിസീപ്റ്റ് ആണ്, ഗ്രീനിന് കിട്ടാനുള്ള റിസീപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീന് റെഡിന് എത്ര കൊടുക്കാനുണ്ട്? 10,800 കൊടുക്കാനുണ്ട് അല്ലെ. 9,500 ഗ്രീനിന് കിട്ടാനുണ്ട്. സോ ദാറ്റ് മീൻസ് 1,300 ആണ് എക്സ്ട്രാ കൊടുക്കാനുള്ളത് അല്ലെ. കൊടുക്കാനുള്ള 1,300 അല്ലേ. ഗ്രീന് അങ്ങോട്ടേ കൊടുക്കാനുണ്ട്. ബാക്കിക്ക് സെയിമാ, ബാക്കി സെയിമാ. ഫിനിഷ്ഡ്. കേസ് 2 ഓവർ. കേസ് 3. കേസ് 3 when loan paid in installment, illustration 10. ഓക്കെ, ലോണിന്റെ കേസ് എങ്ങനെയാന്ന് നോക്കാം. സി, ലോണും സെയിം ടൈപ്പ് തന്നെയാണ്, ശ്രദ്ധിക്കണേ. ലോൺ ഇപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 10. 20,000 കൊടുക്കാനുണ്ട് ലോൺ. 2,500 ഫസ്റ്റ് ജനുവരി 2016 കൊടുത്തു. എപ്പോഴാണ് സ്റ്റാർട്ടിങ്? 2015. 5,500 കൊടുത്തു, 3,000 കൊടുത്തു, 5,000 കൊടുത്തു, 4,000. ഓക്കെ, അപ്പൊ ഡ്യൂ ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. എമൗണ്ട് എത്രയാണ് പേയ്മെന്റ് അടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ എമൗണ്ട് എത്രയാണ്, എത്ര ഡേയ്സ്? ജനുവരി 15 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 12 മാസം. ബെറ്റർ എപ്പോഴും മന്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇയർ എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് മന്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ സെയിം എമൗണ്ട് ആണെങ്കിൽ കൂടിയും ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ സെയിം എമൗണ്ട് ആണെങ്കിൽ കൂടിയും എല്ലാം സെയിം ആണെങ്കിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ ആൻസർ കറക്റ്റ് കിട്ടും. ഇത് വേണമെന്നില്ല, പക്ഷെ സെയിം എമൗണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് വേണമെന്നില്ല. നമുക്ക് ഒരേ മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നതല്ലേ നല്ലത്. ഇപ്പൊ നിങ്ങൾ സെയിം ആണെങ്കിലും ഡിഫറെന്റ് ആണെങ്കിലും ഇത് തന്നെ ഫോളോ ചെയ്താൽ 10ാമത്തെ ഇല്ലസ്ട്രേഷൻ ഫോളോ ചെയ്താൽ. ഓക്കെ, ഇത് റീപേയ്മെന്റ് ഉണ്ടല്ലോ, ഇത് സെയിം ആണെങ്കിലും ഡിഫറെന്റ് ആണെങ്കിലും യു ഷുഡ് ഫോളോ. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു മെത്തേഡ് പഠിക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഡേയ്സ് എടുക്കുക, സാധാരണ രീതിയിൽ തന്നെ ചെയ്യാം. അത്രേ ഉള്ളൂ, സാധാരണ രീതിയിൽ തന്നെ ചെയ്യാം. ഫിനിഷ്ഡ് പരിപാടി. Okay, and we'll go for the last and final question. Calculation of average due date for determining interest on drawings. Drawings in the illustration 11 കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആവറേജ് ഡ്യൂ ഡേറ്റ് സെറ്റ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് കൂടി നോക്കാം. റെഡിയാണോ എല്ലാവരും? പാഞ്ഞാ ഓടിയാ? ആദ്യം ഉണ്ടായ ആൾക്കാരൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, 76 പേരുണ്ട്. വെരി നൈസ്. So A and B are two partners of a firm, have drawn the following amounts from the firm in the year ending 31st March 2020. Okay, so A withdraw ചെയ്ത amount ആണിത്. Okay, B withdraw ചെയ്ത amount ആണ് ഇങ്ങനെ. Okay, അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ കേസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ 500 രൂപ നമ്മൾ ജൂലൈ 1 വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മാസമുണ്ട്? 9 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേടാ അല്ലെ. 9 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? യെസ്, 500 രൂപയുടെ മുകളിൽ 9 മാസത്തെ ഇൻട്രസ്റ്റ്. മാർച്ച് 31 മാർച്ച് 31 ഡ്യൂ ഡേറ്റ് അല്ല, ഇയർ എൻഡിങ്. അപ്പൊ ജൂലൈ 1 നമ്മൾ വിഡ്രോ ചെയ്തെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസം. അപ്പൊ 9 മാസത്തേക്ക് 500 രൂപക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഒരു 6% ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 9 മാസത്തേക്ക് കൊടുക്കാം. എത്ര വരും? 500 × 6%. 9 മാസത്തേക്ക് 9 മാസം ഡിവൈഡ് ബൈ 12, സോറി ഡിവൈഡ് ബൈ 12, 12 മാസം. എത്രയാണ് വരുന്നത്? 500 രൂപ 6%, 9 months. 22.5. ഓക്കെ, സോ അതേപോലെ 800 രൂപ ആണെങ്കിലോ? 800 രൂപ ആണെങ്കിലോ? 800 രൂപ ആണെങ്കിലോ 6 മാസത്തേക്ക്. $24. ഓക്കെ, അടുത്തത് 1000 രൂപയാണെങ്കിലോ? ഓക്കെ, 400 ഒരു മന്തിലേക്ക്. 400 രൂപ ഒരു മന്തിലേക്കോ? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? 400 2. ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്ത് നോക്കി എത്ര വരാം? ആഡ് ചെയ്ത് നോക്ക്. യെസ്, കിട്ടിയില്ലേ?
ഓക്കെ അല്ലേ? ഇത് ഇവര് പറഞ്ഞത് 500 ഫോർ 9 മാസം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 4500 ഒരു മാസത്തേക്ക് കിട്ടുന്നല്ലേ? അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾ സാധാരണ രീതി ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ കണ്ടുപിടിച്ചു. ഇത് ഓർഡിനറി സിസ്റ്റം മെത്തേഡാണ്. ഓക്കെ അല്ലെ? ഓർഡിനറി സിസ്റ്റം. ഓക്കെ. ഇനി ആവറേജ് ഡ്യൂ ഡേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ആവറേജ് ഡ്യൂ ഡേറ്റ് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ 1 ജൂലൈ, 30 സെപ്റ്റംബർ, 1 നവംബർ, 28 ഫെബ്രുവരി. ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? നോക്ക്, 500, 800, 1000, 400, എത്ര മന്ത്സ് ഉണ്ട് നോക്കിയാൽ മതി അല്ലെ? ജൂലൈ ആണ് നമുക്ക് ബേസ് ഡേറ്റ് എടുക്കാം. എത്ര മന്ത്സ് ഉണ്ട്? 0. സെപ്റ്റംബർ 30ലേക്ക് 3 മാസം, നവംബർ 1ലേക്ക് 4 മാസം, 8 മാസം. സോ പ്രൊഡക്റ്റ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക, ഫിനിഷ്ഡ്. സോ 9600 ഡിവൈഡ് ബൈ 2700 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അല്ലെ? 9600 ഡിവൈഡ് ബൈ 2700, അപ്പം 3.556 എന്നായിരിക്കും കിട്ടുക. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 9600 ഡിവൈഡ് ബൈ 2700 എത്ര വരുന്നത്? എത്രയുടെ വരുന്നത്? 3.555 അല്ലേ? ഓക്കെ. 3.555 എന്ന് പറയുമ്പോൾ ഇപ്പൊ ജൂലൈ 1ന്റെ കൂടെ 3 മാസം കൂട്ടിയാൽ ജൂലൈ, ഓഗസ്റ്റ് 1, സെപ്റ്റംബർ 1, ഒക്ടോബർ 1 എത്തി അല്ലെ? ജൂലൈ 1 മുതൽ തുടങ്ങാണ്. ഒക്ടോബർ 1. ശരി. ഇനി 0.555 ഇൻറ്റു 31 അടിച്ച്. ഒക്ടോബർ മാസം 31 ദിവസമല്ലേ അല്ലേ? ഇൻറ്റു 31 എത്രയാ? ഓക്കെ, ഓൾമോസ്റ്റ് 17 അല്ലെ? സോ ഒക്ടോബർ 17 ആണ്. ഓക്കെ, ഒക്ടോബറിൽ 17 ആണ്. ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ജൂലൈ ഫുള്ള്, ഓഗസ്റ്റ് ഫുള്ള്, സെപ്റ്റംബർ ഫുള്ള്, ഒക്ടോബറിൽ 17. അങ്ങനല്ലേ? ജൂലൈ ഫുള്ള്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ 17 ഡേയ്സ്. സോ 17 ഡേയ്സ് അങ്ങനെ വരും. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബാലൻസ് ഡേയ്സ് അല്ലേ? ഇപ്പൊ ഒക്ടോബർ 17 ആണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ ബാലൻസ് എത്ര ഡേയ്സ് ഉണ്ട് മാർച്ച് വരെ? ഇപ്പൊ ടോട്ടലായിട്ട് ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ടോട്ടലായിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ എടുക്കും, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മാസം. ഓക്കെ, 5 മാസവും പിന്നെ ബാക്കി 14/31 അല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എടുക്കുക അല്ലെ? നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട് 5 മാസം പ്ലസ് ഒക്ടോബറിൽ 14 ഡേയ്സ്, 14/31. അപ്പൊ ഇതല്ലല്ലോ എന്നൊരു ഡൗട്ട് വരും. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇവിടെ ഇവരെടുത്ത് എങ്ങനെ അറിയോ? ടോട്ടല് ജൂലൈ മുതൽ മാർച്ച് വരെ 9 മാസമുണ്ട് അല്ലെ? ഈ 9 മാസത്തിൽ 3.5656 കംപ്ലീറ്റ് ചെയ്തു അല്ലെ? അപ്പൊ ബാലൻസ് വരുന്നത് 5.444 മന്ത്സ് അല്ലേ? മനസ്സിലായോ? അവിടെ ഒരു റൗണ്ടിങ് ഓഫിന്റെ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇവിടെ 14/31 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 5.444 കിട്ടൂല. കിട്ടുന്നുണ്ടോ? നോക്കിയേ, 14/31 അടിച്ചു നോക്കിയേ. ഇല്ല അല്ലെ? നിങ്ങൾ യൂഷ്വലി ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ലേ? എല്ലാവരും 0.45 എന്ന് കിട്ടുക. അപ്പൊ ഇത് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന്. അപ്പൊ നിങ്ങൾ റിമെമ്പർ ദിസ് പോയിന്റ്. ഇത് കണ്ടോ, ബാലൻസ് 9 മന്ത് ആണുള്ളത് അല്ലെ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, മാർച്ച് വരെ 9 മാസമല്ലേ? ആ 9 മാസത്തിൽ 3.556 എടുത്തത്. പക്ഷെ അത് എക്സാക്ട്ലി ഒക്ടോബർ 17 ആണോ? അല്ല, അവിടെയും പോയിന്റ് ഇല്ലടാ. പോയിന്റ് ഡിഫറൻസ് അവിടെ വന്നിട്ടില്ലേ? എന്നിട്ടല്ലേ നമ്മൾ ഒക്ടോബർ 17 തന്നെ. എക്സാക്ട് ഒക്ടോബർ 17 അല്ലല്ലോ, കുറച്ചൊരു പോയിന്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 9 മാസത്തിൽ 3.556 കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ബാലൻസ് വരുന്ന 5.444. അപ്പൊ 5.444ന്റെ അത്രയും മന്ത്സിലേക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഈ എമൗണ്ടിന്, ഈ 2700ന് 6% ഇൻട്രസ്റ്റ് എത്ര മാസത്തേക്ക് കൊടുക്കണം? 5.444 മന്ത്സിലേക്ക് കൊടുക്കണം. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇല്ല, ഇത് ചെറിയ റൗണ്ടിങ് പ്രശ്നം.
ഇതിപ്പോ നിങ്ങള് ഒക്ടോബർ 17 എടുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞ മോളെ. ഇത് കണ്ടോ, ടോട്ടല് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എത്ര മാസം ഉണ്ട്? 9 മന്ത് അല്ലേ? അതിൽ 3.55 ആണ് ഒക്ടോബർ വരെ, 3.556 ആണ് ഒക്ടോബർ വരെ. സോ ദാറ്റ് മീൻസ് ബാലൻസ് എത്രയാ? 5.444 അല്ലേ? ഇതാണ് അവരെടുത്തത്. ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് നിങ്ങളിപ്പോ കറക്റ്റ്ലി ബാലൻസ് ഉള്ള ഡേയ്സ് 14/31 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 5 months 0.45 അങ്ങനെ എന്തെങ്കിലും കിട്ടാം അല്ലെ? 0.45 എന്നാണ് കിട്ടുക, 0.444 എന്നല്ല. ഓക്കെ, അങ്ങനെ എടുത്ത് ചെയ്യാം, തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതായിരിക്കും ഇവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. സോ ഇത് പലരും എന്നോട് ഡൗട്ട് ചോദിച്ചാണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഒരിക്കലും വരില്ല. 13/31 അടിച്ചാലും 14/31 അടിച്ചാലും ഇത് കിട്ടില്ലല്ലോ. അപ്പൊ ഇത് വരാൻ കാരണം മനസ്സിലായില്ല, 9 ഇത് കുറക്കാം. യെസ്, സോ നമ്മൾ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് ചാപ്റ്റർ തീർത്തിരിക്കുന്നു. ആവറേജ് ഡ്യൂ ഡേറ്റ് ഇസ് ഫിനിഷ്ഡ്. ഓക്കെ, നമ്മൾ തുടങ്ങാൻ ലേറ്റ് ആയില്ല, 11:40 ആയില്ല, 12:10, 13. ഓക്കെ, അരമണിക്കൂർ കൊണ്ട് സെറ്റ് ആയി. പ്രശ്നമില്ലല്ലോ, ചാപ്റ്റർ കഴിഞ്ഞു, എല്ലാ ദിവസവും കഴിഞ്ഞു. ഇത് സെയിം ആണ് ടൈപ്പ്. എടാ ഓർഡിനറി മന്ത് സിമ്പിൾ ആണോ മോളെ? ഓർഡിനറി സിസ്റ്റം ഇസ് വെരി സിമ്പിൾ. എന്താണ്? 500 രൂപ വിഡ്രോ ചെയ്തു. 500 രൂപ എത്ര മാസം? ജൂലൈ 1 വിഡ്രോ ചെയ്യുന്നത്. അപ്പോ മാർച്ച് 31 വരെ എത്ര മാസം ഉണ്ട്? 9 മാസം ഇല്ലേ? അപ്പൊ 500 രൂപ 6% ഇൻട്രസ്റ്റ് എത്ര മന്തിലേക്ക്? 9/12. See, 500 rupees 9 monthsലേക്ക് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? സെയിം ആസ് 4500 1 മന്തിലേക്ക് അല്ലേ? സെയിം അല്ലേ? മനസ്സിലായോ? നിങ്ങൾക്ക് ഓരോ മാസവും ഞാൻ 500 രൂപ തരുന്നതും ഒറ്റയടിക്ക് ഒരു വർഷത്തിൽ 6000 തരുന്നതും സെയിം. മനസ്സിലായോ? അപ്പൊ 500 രൂപയുടെ മുകളിൽ 9 മാസം ഇൻട്രസ്റ്റും 4500 മുകളിൽ ഒരു ഇൻട്രസ്റ്റ്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇത് 1 മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണ്ട, ഇത് നിങ്ങൾ ഫോളോ ചെയ്യണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഫോളോ ചെയ്തു. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് 2 minutes ബ്രേക്ക്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് എനിക്കല്ല പോവല്ല, എവിടെയും 2 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമുക്ക് എവിടെയാ ഇൻവെന്ററീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പ്രശ്നം. ഓക്കെ, അല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 മാസം. 9 മാസം ഉണ്ടല്ലോടാ. ജൂലൈ 1 വിഡ്രോ ചെയ്തടാ, ഡ്രോയിങ്സ് എടുക്കുന്നത്. അപ്പൊ 9 മാസത്തെ ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് കൊടുക്കണ്ടേ? സോ വി ഹാവ് ഫിനിഷ്ഡ് ഫസ്റ്റ് പാർട്ട്. പിന്നെ അടുത്ത 1.5 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യും? ബിഫോർ 1:40 മുമ്പേ നമ്മൾ ഇൻവെന്ററീസും തീർക്കേ. എത്ര പിള്ളേരുണ്ട് ഇപ്പൊ? എത്ര പിള്ളേരുണ്ടോ? 74. ഓക്കെ, സോ ഇൻവെന്ററീസ് സ്റ്റാർട്ട് ചെയ്യണം. നോട്ട്സ് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം, പേടിക്കണ്ട. എല്ലാ ഗ്രൂപ്പിലും ഇട്ടുതരാം. ഒരു സെക്കൻഡ്.
ഏതാടാ ആവറേജിൽ ഇൻവെസ്റ്റ് ഇതിപ്പോ നമ്മള് എയുടെ കേസല്ലേ ചെയ്തത്. ബിയുടെ കേസ് എന്താ മന്ത്ലി ചെയ്യാൻ പറ്റില്ല. ഡി ഇതെന്താ ഫസ്റ്റ് ഡേ 30th ഡേ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് മന്ത്ലി ചെയ്യാം. പക്ഷെ ഇടക്കിടക്ക് ഡേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് ഡേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡേയ്സ് എടുക്കണം, നമ്പർ ഓഫ് ഡേയ്സ് എടുക്കണം. സെയിം കൺസെപ്റ്റ് ഒക്കെ, പക്ഷെ ഇവിടെ ഇടക്ക് വെച്ചിട്ടാണ് ഇയാള് ഡ്രോയിങ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആവറേജിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ആവറേജില് എടാ ആവറേജില് 2700 rupees അല്ലേ വരുന്നത്. 2700 rupees ആണ് പേയ്മെന്റ് വരുന്നത്. 6% തന്നെ അടിക്കാം. ഓക്കെ, എത്ര മാസത്തേക്ക്? 5.444. കാരണം എങ്ങനെയാ? 9 months ബാലൻസ് ഉണ്ട്. ജൂലൈ മുതൽ മാർച്ച് വരെ 9 months ഉണ്ട്. അതിൽ 3.5556 ആണ് നമ്മളെ ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ വരും. അപ്പൊ ബാലൻസ് 5.444. 9 മൈനസ് 3.556. സോ ഇതാണ് ഇവരെടുത്തിട്ടുള്ളത് 5.44. സോ അതർവൈസ് ഇഫ് യു ആർ ടേക്കിംഗ് ഇതിന് പകരം 14 days ആണല്ലോ, 14/31 എടുത്തു. മീൻസ് ഒക്ടോബറിൽ 14 ഉണ്ട്, 14/31 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം 5.45 എന്നായിരിക്കും കിട്ടുക. ഓൾമോസ്റ്റ് 74 അടുത്തേക്ക് ആൻസർ കിട്ടും അല്ലെ? 74 അടുത്തേക്ക് ആൻസർ കിട്ടും. സെയിം ആണ്. സോ ഹിയർ ഇത് 73.50 ആണ്, ഇപ്പോഴത്തെ 73.49. സോ ചെറിയ ഡിഫറൻസ് എന്തായാലും ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ വരും. ദാറ്റ്സ് ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഓക്കെ, അത് റൗണ്ടിങ് ഓഫിന്റെ പ്രശ്നമാണ്. സ്പെസിഫിക് മെത്തേഡ് മീൻസ് അല്ല, ഇത് എക്സാമിന് മോസ്റ്റ്ലി ഇവർ ചോദിക്കുക ആവറേജ് ഡ്യൂ ഡേറ്റ് മെത്തേഡ് തന്നെ ആയിരിക്കും പറയാം. ആവറേജ് ഡ്യൂ ഡേറ്റ് മെത്തേഡ് തന്നെ ആയിരിക്കും പറയാം. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇൻവെന്ററീസ്? ഓക്കെ, പുതിയതായിട്ട് ജോയിൻ ആയ okay. So inventories ഒരാളും കൂടി വരാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് വന്നത്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്സിന് ജോയിൻ ചെയ്യണം, അക്കൗണ്ട്സിന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ടോപ്പിക് ഇൻവെന്ററീസ് ആണ്. ശ്രദ്ധിക്കുക, പുതിയ ആള് വന്നിട്ടുണ്ടോ? പേരെന്താന്ന് പറഞ്ഞത്?
സിനാൻ കയറിയോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ചാപ്റ്ററിന്റെ പേര് ഇൻവെന്ററീസ് ആണ്. സോ ഇൻവെന്ററീസിൽ ടൈപ്സ് ശ്രദ്ധിക്കുക. മാനുഫാക്ചറിങ് കൺസേൺ ഉണ്ട്, അതേപോലെ ട്രേഡിംഗ് കൺസേൺ. രണ്ട് ടൈപ്പ് അറിയാലോ നിങ്ങൾക്ക്. മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ടാവും, ട്രേഡിംഗ് കൺസേൺസ് ഉണ്ടാവും. ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിച്ചിട്ട് റെഡിമെയ്ഡ് ഷർട്ട് തന്നെ വെക്കുന്നത് അതുപോലെയുള്ള. സോ അവിടെ എന്തുണ്ടാവുള്ളൂ? ട്രേഡഡ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസേൺസ് നമുക്ക് എന്തൊക്കെ ഇൻവെന്ററീസ് ഉണ്ടാവാം? റോ മെറ്റീരിയൽ ഉണ്ടാവാം, WIP ഉണ്ടാവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, സ്റ്റോഴ്സ് ഉണ്ടാവാം, പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇൻവെന്ററി വാല്യുവേഷൻ ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇൻവെന്ററി വാല്യുവേഷൻ ടെക്നിക്സിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ് ആൻഡ് നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് ഇസ് ഇൻവെന്ററി നോട്ട് ഓർഡിനറിലി ചേഞ്ചബിൾ ആൻഡ് ഇൻവെന്ററി ഓർഡിനറിലി ചേഞ്ചബിൾ. അതായത് ഇപ്പോ ഞാന് എന്റെ ഫോൺ ഇവിടെ വെക്കുന്നു. എന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് ഒരു എമൗണ്ട് പറയാം, 1000 rupees പറയാം. നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് 2000 ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാൻ പറ്റും നിങ്ങളൊരു ഫോൺ വേറെതാണ്, എന്റെ ഫോൺ വേറെയാണ് അല്ലെ? അപ്പൊ ഞാനിപ്പോ വെക്കുന്നത്, ശ്രദ്ധിക്കണേ, ഞാനിപ്പോ വെക്കുന്നത് എന്റെ ഫോൺ ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വേണ്ട, എയും ബി എന്നുള്ള പ്രൊഡക്റ്റ് എടുക്കാം. എ ബി എന്നുള്ള രണ്ട് കാണാൻ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോ ഇതിന് 10 രൂപ കൊടുത്തു, ഇതിന് 15 രൂപ കൊടുത്തു. ഓക്കെ, ഞാൻ വിൽക്കുന്നത് 10 രൂപയുടെ സാധനം എ ആണ്. സ്പെസിഫിക്കലി എനിക്ക് മനസ്സിലാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കാര്യമല്ല. നോട്ട് ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ ആകുമ്പോൾ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. ഓക്കെ, ഒരു ബുക്കും ഒരു പെന്നും മാറിപ്പോകും ഇല്ല അല്ലെ? അതേപോലെ എയും ബിയും വേറെ വേറെ സാധനമാണ്, മാറിപ്പോവാത്ത കേസ് ആണെങ്കിൽ എക്ക് 10 രൂപ കൊടുത്തു, ബിക്ക് 15 രൂപ കൊടുത്തു. നിങ്ങൾ 10 രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 15 രൂപയുടെ സാധനമാണ് എൻ്റെ അടുത്ത് ബാക്കിയില്ല അല്ലെ? എ ആണ് വിറ്റ് പോയതെങ്കിൽ നിങ്ങൾക്ക് പറയാം 15 രൂപയുടെ സാധനമാണ് ബാക്കിയുള്ളത്. ബി ആണ് വിറ്റ് പോയതെങ്കിൽ പറയാം 10 രൂപയുടെ സാധനമാണ് ബാക്കിയുള്ളത്. അത് പറഞ്ഞൂടെ? യെസ്. അപ്പൊ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏത് സാധനം വിറ്റു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഏതാണ് ബാക്കിയുള്ളത് കൃത്യമായിട്ട് അറിയാം. ശരി, അടുത്തത് ഇൻവെന്ററി നോട്ട് ഓർഡിനറിലി ചേഞ്ചബിൾ. ഓർഡിനറിലി ചേഞ്ചബിൾ അതായത് രണ്ട് പെന്ന്, സെയിം പെന്ന് നോക്ക്, ലെക്സി പെന്ന് രണ്ടെണ്ണം ഉണ്ട്, കാണാൻ ഒരുപോലെ തന്നെ. ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് 5 രൂപ കൊടുത്തു, ഒരു മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പെന്ന് വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് 6 രൂപ. കാണുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. ഇറ്റ് ഈസ് ലുക്കിംഗ് സെയിം. ഓക്കെ, കാണുമ്പോൾ സെയിം ആണ്. ഇതിൽ ഏതാണ് വിറ്റുപോയത് എന്നൊക്കെ അറിയില്ല. ഇതിൽ ഒരെണ്ണം വിറ്റുപോയി. മനസ്സിലായോ? രണ്ട് പെന്നുണ്ട്, സെയിം ആണ്, കാണാൻ ഒരു മാറ്റവും ഇല്ല. അപ്പൊ 5 രൂപ ഒന്ന് കൊടുത്തിട്ട് 6 രൂപ ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പൊ 5-ന് വാല്യൂ ചെയ്യണോ 6-ന് വാല്യൂ ചെയ്യണോ അല്ലെ? ഒരെണ്ണം വിറ്റുപോയി, ഏതാ വിറ്റുപോയെന്ന് അറിയില്ല. അപ്പൊ 5-ന് വാല്യൂ ചെയ്യണോ 6-ന് വാല്യൂ ചെയ്യണോ, ഇതിന്റെ ആവറേജ് വാല്യൂ ചെയ്യണോ, അങ്ങനെയുള്ള മെത്തേഡ്. അപ്പൊ അതാണ് ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെ? ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ്. ക്ലിയർ ആയോ? ഫിഫോ മീൻസ് ഫസ്റ്റ് വാങ്ങിച്ചത് ഫസ്റ്റ് വിറ്റു അല്ലെ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതാണ്. ഫസ്റ്റ് വാങ്ങിച്ച സാധനം ഫസ്റ്റ് വിറ്റു എന്ന് പറയുമ്പോൾ ബാലൻസ് ഉണ്ടാവുന്നത് 6 രൂപയുടെ സാധനം അല്ലെ? ലിഫോ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, ലാസ്റ്റ് വാങ്ങിച്ചത് ഫസ്റ്റ് വിറ്റു, അപ്പൊ ഇത് വിറ്റു, അപ്പൊ ബാലൻസ് ഉണ്ടാവുന്നത് ഇതാണ് രണ്ടാമത്തേത് അല്ലെ? 5 രൂപയുടെ സാധനമാണ് ബാലൻസ് ഉള്ളത്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവറേജ് എടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 2 യൂണിറ്റ്സ് വാങ്ങിച്ചു. എ എന്ന സാധനം 2 യൂണിറ്റ്സ് 5 രൂപ വെച്ചിട്ട് റേറ്റ് 5 രൂപ, ടോട്ടൽ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. ടോട്ടൽ 3 സാധനം എ എന്ന് പറയുന്ന സാധനം 6 രൂപക്ക് 18 രൂപക്ക് വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾ 4 എണ്ണം സെല് ചെയ്തു. ശ്രദ്ധിക്കണേ, 4 എണ്ണം സെയിൽ ചെയ്തു. അപ്പൊ 4 എണ്ണം സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമല്ലേ ബാലൻസ് ഉണ്ടാവും. യെസ്. അപ്പൊ ഫിഫോ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വാങ്ങിച്ചത് ഫസ്റ്റ് വിറ്റു, അപ്പൊ ബാലൻസ് ഉണ്ടാവുന്നത് എത്രയാണ്? 6 രൂപയുടെ സാധനമായിരിക്കും അല്ലെ? ഫിഫോ ആണെങ്കിൽ ബാലൻസ് ഉണ്ടാവുന്നത് രണ്ടാമത് വാങ്ങിച്ച സാധനമായിരിക്കും. യെസ്. ഓക്കെ, ലിഫോ ആണെങ്കിൽ ലാസ്റ്റ് വാങ്ങിച്ചത് ഫസ്റ്റ് വിറ്റു, അപ്പൊ ഇത് പോയി, ബാലൻസ് ഉണ്ടാവുന്ന 5 രൂപയുടെ സാധനമായിരിക്കും. ഓക്കെ, ഇനി സിമ്പിൾ ആവറേജ് ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഈ പ്രൈസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആവറേജ് എടുക്കും.
എത്രയാ 5.5 സിമ്പിൾ ആവറേജ്. ഓക്കെ 5.5. വാട്ട് അബൌട്ട് വെയ്റ്റഡ് ആവറേജ്? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ടോട്ടൽ 5 യൂണിറ്റ്സിന് കൂടി നിങ്ങൾ ടോട്ടൽ പേയ്മെന്റ് എടുത്തത് 28 രൂപീസ് അല്ലെ. 28 രൂപയാണ് 5 യൂണിറ്റ്സിന് കൊടുത്തതെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും? 5.6. ഈ 5.6 ആണ് വെയ്റ്റഡ് ആവറേജ്. ഡിഫറൻസ് മനസ്സിലായോ അല്ലെ? ഫിഫോ ലിഫോ വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആവറേജ്, എല്ലാത്തിനും ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. സോ ദിസ് ഈസ് എ ബേസിക് ഐഡിയ. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാർട്ടിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ലാസ്റ്റത്തെ 2 പാർട്ട്. ഒന്ന് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്, രണ്ടാമത്തെ ഇൻവെന്ററി ടേക്ക്. ഇത് രണ്ടെണ്ണം ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, സോ ആ ടൈപ്പ് ഇത് നമുക്ക് ഫസ്റ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഫിഫോ ലിഫോ വെയ്റ്റഡ് ആവറേജ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഞാൻ കുറച്ച് പോയിന്റ്സും കൂടി പറയട്ടെ. ഇൻവെന്ററി AS2 അനുസരിച്ചിട്ട് ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്. അതറിയാലോ അല്ലെ? കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്. ക്ലിയർ ആണോ അല്ലെ? നിങ്ങൾ വാങ്ങിച്ച സാധനത്തിന് 10 രൂപയുണ്ട്, വിറ്റ് കഴിഞ്ഞാല് ഇപ്പോ മാർക്കറ്റിലെ വാല്യൂ 11 രൂപയാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ചോദിക്കാൻ സാധ്യത ഇല്ല എന്നല്ലടാ, ഉണ്ട്. പക്ഷെ ലാസ്റ്റ് പ്രിഫറൻസ് ആണ്. ഓക്കെ, ചോദിക്കില്ല എന്നല്ല, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ലാസ്റ്റ് പ്രിഫറൻസ് ആണ്. കാരണം അത് കുറച്ചും കൂടി എളുപ്പമാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് സമയം തികയാണ്ട് വന്നേ, സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ, കാരണം എനിക്ക് എടുക്കേണ്ട മെയിൻ പോയിന്റ്സ് ഉണ്ട് വേറെ. ഓക്കെ, അതുകൊണ്ടാണ്. സോ 10. സോ വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ്. അപ്പോ 10 റുപ്പീസ് ആണ് കോസ്റ്റ്, മാർക്കറ്റിൽ നിങ്ങൾ വിൽക്കുന്നത് 11 രൂപയ്ക്കാണെന്ന് വിചാരിക്കും, മാർക്കറ്റ് വാല്യൂ. ഓക്കെ, യെസ്. സി ഇപ്പോ ഇത് 11 രൂപക്ക് വിൽക്കണമെങ്കിൽ, ശ്രദ്ധിക്കണേ, 11 രൂപക്ക് വിൽക്കണമെങ്കിൽ 2 രൂപയുടെ സെല്ലിംഗ് എക്സ്പെൻസസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ ഈ സാധനത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 11 രൂപയാണ്. പക്ഷെ ആ 11 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 2 രൂപയുടെ സെല്ലിംഗ് എക്സ്പെൻസ്. സോ നെറ്റ് ഇഫക്റ്റ് 9 റുപ്പീസ് അല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെ? നെറ്റ് ആയിട്ട് റിയലൈസ് ചെയ്യാൻ പോകുന്നത് 9 ആണ്. സോ ദിസ് 9 റുപ്പീസ് ഇസ് നോൺ ആസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ, അല്ലാണ്ട് 11 അല്ല. ഓക്കെ, ആ പോയിന്റ് മൈൻഡിൽ വെച്ചോളാം. ഓക്കെ അല്ലെ? യെസ്, മാർക്കറ്റ് വാല്യൂ അല്ല എടുക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂയിൽ നിന്ന് നമ്മൾ സെല്ലിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്, അഡീഷണൽ പ്രോസസിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. സോ 9 വിച്ച് എവർ ഇസ് ലോവർ. ഏതാ? 9 ആണ് ലോവർ. സോ 9 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, യെസ്. സോ നെറ്റ് റിയലൈസ്ഡ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ ആണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇനിയിപ്പോ എന്തിനാണ് നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് അത്രയും എക്സാം ഓറിയന്റഡ് ചോദിക്കാനുള്ള സാധ്യത, പക്ഷെ മനസ്സിലാക്കുക, ഇൻകം ഡിറ്റർമിൻ ചെയ്യുക അല്ലെ? ക്ലോസിംഗ് സ്റ്റോക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഇൻകം. ട്രേഡിംഗ് അക്കൗണ്ട് വരുന്ന സമയത്ത് കറക്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ഇൻകം കൂടും അല്ലെ? ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇൻകം കുറയും. സോ അതിനെ ഇഫക്ട് ചെയ്യും അല്ലെ? ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടും. അപ്പൊ ഈ വർഷത്തെ ഇൻകം കൂടും, അടുത്ത വർഷത്തെ ഇൻകം കുറയും അല്ലെ? ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം ഇൻകം കൂടും, പക്ഷെ അടുത്ത വർഷം ഇൻകം കുറയും അല്ലെ? യെസ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട്, അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് വരുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക്, കറന്റ് അസറ്റ് കൊടുക്കുന്നത് അതിനു വേണ്ടി. പിന്നെ ലിക്വിഡിറ്റി അനാലിസിസ്, അതായത് ലിക്വിഡിറ്റി അനാലിസിസ് മീൻസ് പെട്ടെന്ന് നമുക്ക് ലിക്വിഡിറ്റി മീൻസ് പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ആ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണം. സോ കറന്റ് അസറ്റ്സ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കേട്ടിട്ടുണ്ടാവും. കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റിനെയാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. കറന്റ് അസറ്റിനെ മൈനസ് കറന്റ് ലയബിലിറ്റിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ അതൊക്കെ ലിക്വിഡിറ്റി അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പർപ്പസിന് നമ്മൾ കറന്റ് അസറ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇൻവെന്ററീസ് ഉള്ളതുകൊണ്ട് ലിക്വിഡിറ്റി അനാലിസിസ് അത് ആവശ്യമാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, ഷെഡ്യൂൾ 3 അനുസരിച്ചിട്ട് റോ മെറ്റീരിയൽ എത്ര എമൗണ്ട് ഉണ്ട്, അതേപോലെ വർക്കിംഗ് പ്രോഗ്രസ് എത്രയുണ്ട്, അതേപോലെ കാണിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു നോക്കാം. കോസ്റ്റ്, ഒരു ഇൻവെന്ററിയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇൻവെന്ററിയുടെ വാല്യൂ എങ്ങനെയാണ്? സോ ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓക്കെ, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കൊടുക്കുന്ന പൈസ ഉണ്ടാവും. കൺവേർഷൻ കോസ്റ്റ്, അതായത് ഡയറക്റ്റ് ലേബർ. ഓക്കെ, അത് എ എന്ന പ്രൊഡക്റ്റിനെ ബിയിലോട്ട് മാറ്റാനായിട്ടുള്ള. ആൻഡ് മാത്രമല്ല ലാസ്റ്റ് പോയിന്റ്, അതർ കോസ്റ്റ് ടു ബ്രിങ് ഇൻവെന്ററി ടു
present location and condition. Other cost to bring inventory to present location and condition. ആ പോയിന്റ് ശ്രദ്ധിക്കും. ഓക്കെ, ആ പ്രസന്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കുന്ന വരെയുള്ള ആ കണ്ടീഷനിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചെലവ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ GSTയുടെ കേസ് എടുക്കാം. ഓക്കെ, GST ഈസ് റീഫണ്ടബിൾ. നമ്മള് GST കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് GST കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന GSTയുടെ എമൗണ്ട് അത്രയും ക്രെഡിറ്റ് എടുക്കാൻ പറ്റും, റീഫണ്ട് ചെയ്യാൻ പറ്റും. സോ GST ഒരിക്കലും എവിടെ വരില്ല? പർച്ചേസ് കോസ്റ്റിൽ വരില്ല. ശ്രദ്ധിക്കാം. ഓക്കെ, അത് മൈൻഡിൽ വെക്കാം. GST പർച്ചേസ് കോസ്റ്റിൽ വരില്ല. മനസ്സിലായോ? 10 രൂപയുടെ സാധനത്തിന് 1 രൂപ നിങ്ങൾക്ക് GST ഉണ്ടെന്ന് പറയുമ്പോൾ പർച്ചേസ് ആയിട്ട് 10 രൂപ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, 11 എടുക്കരുത്. ഓക്കെ, ഇൻവെന്ററിയുടെ വാല്യൂ 10 രൂപ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, 1 എടുക്കരുത്. ഓക്കെ, യെസ്. അപ്പൊ ഇൻ കേസ് നിങ്ങളോട് സ്പെസിഫിക്കലി പറയാണ് ദിസ് GST ഈസ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ നോൺ റീഫണ്ടബിൾ എന്ന് പറയാണ്. നോൺ റീഫണ്ടബിൾ അതായത് നിങ്ങൾ കൊടുത്ത 1 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ പോലെ എടുക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പൊ 10 രൂപ കൊടുത്ത് അതിന്റെ കൂടെ കസ്റ്റംസ് ഡ്യൂട്ടി 1 രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ 11 രൂപയാണ് നിങ്ങൾ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത്. സോ അവിടെ പോയിന്റ് ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുന്ന ഈ പോയിന്റ് മാത്രമായിരിക്കും. നോൺ റീഫണ്ടബിൾ ടാക്സസ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം, റീഫണ്ടബിൾ ടാക്സസ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ GST ഈസ് എ റീഫണ്ടബിൾ ടാക്സ്, നമുക്ക് തിരിച്ചു കിട്ടും, അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട, GST ആഡ് ചെയ്യേണ്ട. ശ്രദ്ധിക്കണേ, GST ആഡ് ചെയ്യേണ്ട. കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്യണം, കാരണം അത് റീഫണ്ട് അല്ല. ഓക്കെ, പിന്നെ ട്രേഡ് ഡിസ്കൗണ്ട്, ഡ്യൂട്ടി ഡ്രോബാക്ക്, റിബേറ്റ്. ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ കുറക്കാൻ അറിയില്ലേ അല്ലെ? 100 രൂപയുടെ സാധനത്തിന് ട്രേഡ് ഡിസ്കൗണ്ട് 10 രൂപ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ആയിട്ട് 90 റുപ്പീസ് അല്ല റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലെ? 100 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 10% ട്രേഡ് ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ 90 റുപ്പീസ് പർച്ചേസ് ഉള്ളൂ. യെസ്, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ നോക്കുക, ലേബർ ഡയറക്റ്റ് ലേബർ ഉണ്ടെങ്കിൽ അത് വരും. അതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ A ബിയിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു കൺവേർഷൻ കോസ്റ്റ് വരുമല്ലോ, ഒരു പ്രൊഡക്റ്റ് A എന്നുള്ള സ്ഥാനത്ത് നിന്ന് ബിയിലോട്ട് മാറ്റാൻ. നെക്സ്റ്റ് ഇത് അതർ കോസ്റ്റ്. ഇൻട്രസ്റ്റ് ആൻഡ് ബോറോയിങ് കോസ്റ്റ് ജനറലി നോട്ട് ഇൻക്ലൂഡഡ്. അപ്പൊ സാധാരണ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെന്ററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗോഡൌൺ എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെന്ററിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ലോൺ എടുത്തു എന്ന് വിചാരിച്ചോ. ഇൻവെന്ററി വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുത്തു. അപ്പൊ ആ ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ലോണിന് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ഇൻവെന്ററീസിലൊക്കെ കയറ്റണോ എന്നുള്ളതാണ്. മനസ്സിലായോ? 1 ലക്ഷം രൂപയുടെ ഇൻവെന്ററി വാങ്ങാൻ വേണ്ടി 1 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കും. പക്ഷെ അതിന് ഇൻട്രസ്റ്റ് അടക്കം 10,000 രൂപ വന്ന് 1,10,000 ആണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോ 1,10,000 വേണം നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യാൻ? അല്ല, 1,00,000 തന്നെ വാല്യൂ ചെയ്യണം. അവിടെ എന്ത് ചെയ്യണ്ട? നോട്ട് ഇൻക്ലൂഡഡ് ആണ് ഇൻട്രസ്റ്റ്. പക്ഷെ ചില സമയത്ത് ഇൻക്ലൂഡ് ചെയ്യും. എപ്പോ അറിയോ? ഇഫ് ഒരുപാട് സമയം പ്രൊഡക്ഷൻ പ്രോസസ് ഉള്ള സാധനം. ഇപ്പൊ വൈനൊക്കെ ഒരുപാട് കാലങ്ങൾ എടുക്കൂലേ അല്ലെ? പ്രൊഡ്യൂസ് ചെയ്യാൻ കുറെ വർഷങ്ങൾ എടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ലോങ്ങർ പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള സാധനങ്ങൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അതർവൈസ് ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, പിന്നെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അബ്നോർമൽ ലോസ് വരുന്നത് അത് എടുക്കണ്ട, സ്റ്റോറേജ് കോസ്റ്റ് വരുന്നത് അത് എടുക്കണ്ട, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കണ്ട. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ബ്രിങ്ങിങ് ഇൻവെന്ററി ടു പ്രസന്റ് ലൊക്കേഷൻ. അത് ശ്രദ്ധിക്കുക. അതായത് ഇഫ് അതർ കോസ്റ്റ് ടു ബ്രിങ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ, ടു ബ്രിങ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ടു ബ്രിങ് ഇൻവെന്ററീസ് ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ വരും. ഓക്കെ, ആ ഇൻവെന്ററീസിനെ സൂപ്പർവൈസ് ചെയ്തിട്ട് ഇപ്പൊ A എന്നുള്ള സാധനത്തിന് ബിയിലോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പൊ അത് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ പറയാം, A എന്നുള്ള പ്രൊഡക്റ്റിനെ ബിയിലോട്ട് മാറ്റാം. ഓക്കെ, അത് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ സൂപ്പർവൈസറിന് ഒരു സാലറി കൊടുക്കാം, എനെ ബിയിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ A എന്ന സാധനം B എന്ന ഫോമിലോട്ട് പ്രസന്റ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാലറി കൊടുത്തത്. അപ്പൊ ദിസ് സാലറി ക്യാൻ ബി ഇൻക്ലൂഡഡ്. ദിസ് സാലറി ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഏത് ഈ സ്റ്റോക്കില് വാല്യൂ ചെയ്യാം. പക്ഷെ B എന്ന സാധനം ആയി കഴിഞ്ഞിട്ട് ഇത് വിൽക്കാനും വാങ്ങാനും ഒരാളുണ്ടാവും. മീൻസ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ഉണ്ടാവും. അവർക്ക് കൊടുക്കുന്ന സാലറി ഇൻക്ലൂഡ് ചെയ്യേണ്ട. മനസ്സിലായോ? പ്രസന്റ് കണ്ടീഷനിലേക്ക് എത്തിക്കുന്നവരെയുള്ള സാലറി. ഓക്കെ ആണോ? പ്രസന്റ് കണ്ടീഷൻ പ്രസന്റ് ലൊക്കേഷനിലേക്ക്. ഓക്കെ,
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെയിൻ പോയിന്റ്. ഓക്കെ, ഇത് ഈ സെക്കൻഡ് പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഡോക്ടർ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നേരെ ഇൻവെന്ററി ടേക്കിങ്ങിലോട്ട് പോവാം. ആൻഡ് ഫൈനലി വി വിൽ മൂവ് ടു ദിസ് പാർട്ട്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കിട്ടും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫിസിക്കൽ ഇൻവെന്ററി ടേക്കിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ, ഇത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ. സോ ഡിസ്കസ് ചെയ്യാം. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓക്കെ ആണോ? അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓക്കെ ആണോ? യെസ്. സോ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസിൽ ശ്രദ്ധിക്കുക. 83 ആൾക്കാർ കൂടിയോ? ഓക്കെ, അഡ്ജസ്റ്റ് ഞാൻ വിചാരിച്ച 60 ആൾക്കാരായിട്ടുണ്ടാവും. ഏതടാ ഇലാബറേറ്റ് ആയിട്ട് പറയണ്ടേ? പറ. അഡ്ജസ്റ്റഡ് സെല്ലിംഗ്. യെസ്, ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമുക്ക് വിത്ത് എക്സാമ്പിൾ 2 എക്സാമ്പിൾ ഉണ്ട്, ഇലിസ്ട്രേഷൻ 6 and 7. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, വേറെ പേജിൽ ആൻസർ ചെയ്യാം. എടാ ഇവിടെ വേറെ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോ ടെക്സ്റ്റ് എടുക്കാം, നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്ലിയർ ആവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കണ്ടേ മറ്റേ? അത് ലാസ്റ്റ് പറയാം. പെർപെച്വൽ ആൻഡ് ഫിസിക്കൽ ഇൻവെന്ററി ലാസ്റ്റ് പറയാം. അത് ലാസ്റ്റ് പ്രിഫറൻസ് ആണ്. ഫസ്റ്റ് ഞാൻ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ആണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. സോ ലെറ്റ്സ് സീ ദിസ്. ഓക്കെ, ഇത് വായിക്കേ. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേ. 6th മുമ്പേ 7 നോക്കാം. 7 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 കുറച്ചും കൂടി പെട്ടെന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേ. സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ 2 lakh. Sales during the year 2 lakh. Cost of purchases 2 lakh. Opening stock nil. Closing at selling price. ഇതായിരിക്കും ഇവർ തരാം. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ സെല്ലിംഗ് പ്രൈസിലായിരിക്കും തരാം. സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് സെല്ലിംഗ് പ്രൈസിലാണോ കാണിക്കണ്ടേ? അല്ലല്ലോ. ആണോ? അല്ല. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിനെ കോസ്റ്റിലാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ വരച്ചോ. ഡയറക്ട്ലി ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോ നിങ്ങൾ പറയാം സെയിൽ എത്ര ഉണ്ട്? സെയിൽ ഇവിടെ അല്ല കാണിക്കണ്ടേ? 2 lakh അല്ലെ? 2 lakh. ഓക്കെ, പർച്ചേസോ? പർച്ചേസ് അഗെയിൻ 2 lakh. ഓക്കെ, പിന്നെ ഇതായി ഓപ്പണിംഗ് ഇൻവെന്ററി ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ് 50,000. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ശരിക്കും 50 അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസിൽ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു എന്ന് തന്നെ കൺസിഡർ ചെയ്യണം. എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു എന്ന് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 2,50,000 സെയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് 0 ആവൂലേ? അല്ലേ? മനസ്സിലായോ? അപ്പൊ അത് വിറ്റു എന്ന അസംഷനിലോടുമാണ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് 50,000 കിട്ടി. ഓക്കെ, യെസ്. സോ 50,000 ഡിവൈഡഡ് ബൈ 2,50,000. അപ്പൊ നിങ്ങളെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ് വരുന്നത്? 50,000 ഡിവൈഡഡ് ബൈ 2,50,000 എന്ന് പറയുമ്പോൾ 20% പ്രോഫിറ്റ് പെർസെന്റേജ് വരുന്നുണ്ട് അല്ലെ? സെയിലിന്റെ മുകളിൽ സെയിൽ എമൗണ്ടിന്റെ മുകളിൽ 20% ഓൺ സെയിൽ ആണ് നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ്. ആണോ? 20% ഓൺ സെയിൽ ആണ് നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ്. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? 20% ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ്. അത് കിട്ടിക്കഴിഞ്ഞാല് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് 50,000-ലാണ്. ഇത് സെല്ലിംഗ് പ്രൈസിലല്ലേ ഉള്ളത്? അപ്പൊ ഇതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും? 20% പ്രോഫിറ്റ് അല്ലേടാ? അല്ലെ? 20% പ്രോഫിറ്റ് അല്ലേ? യെസ്. അപ്പൊ പ്രോഫിറ്റ് എത്ര വരും? 10,000 രൂപയുടെ പ്രോഫിറ്റ് അല്ലേ? യെസ്. സോ ദാറ്റ് മീൻസ് ഡിഫറൻസ് ഓഫ് 40,000. അത്രയും കോസ്റ്റ് അല്ലേ ഉണ്ടാവുക? അല്ലെ? 40,000 രൂപയുടെ സാധനം ഉണ്ടാവും. ക്ലിയർ ആണോ?
ഐഡിയ കിട്ടിയില്ലേ? യെസ്. ഓക്കെ, ഇതാണ് മെയിൻ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നുകൂടെ പറയണോ? എടാ മോനെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലോസിംഗ് സ്റ്റോക്കിനെ ഇവര് സെല്ലിംഗ് പ്രൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സാധനം ഫുള്ള് വിറ്റു, ക്ലോസിംഗ് സ്റ്റോക്ക് അടക്കം വിറ്റു എന്നുള്ള രീതിയിൽ വേണം അസ്യൂം ചെയ്യാൻ. ഓക്കെ, അപ്പൊ 2.5 ലക്ഷത്തിന് ആയിരിക്കുമല്ലോ സെയില് വരാ. അപ്പൊ പർച്ചേസ് വരുന്ന 2 ലക്ഷം ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 50,000 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എങ്ങനെ വരാം? ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് 50,000 ഡിവൈഡ് ബൈ 2.5 ലക്ഷം, 20% വരും. ഓക്കെ, 20% വരും. ഓക്കെ, സോ 20% ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ, 20% ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ, എടാ ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതിന്റെ മുകളിൽ 20% എന്ന് പറയുമ്പോൾ 10,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ബാലൻസ് വരുന്ന 40,000 രൂപ എന്താണ്? കോസ്റ്റ് ആണ്. ആ സ്റ്റോക്കിന്റെ കോസ്റ്റ് ആണ്. ഓക്കെ ആണോ? യെസ്. സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6th വൺ. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. റെഡി ആണോ? മൈൻഡ് സെറ്റ് അല്ലേ എല്ലാരും? ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് സെയിം സാധനം തന്നെയാണ്. ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ വിറ്റു എന്ന് തന്നെ അസ്യൂം ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്കിനെ വിറ്റു എന്ന് തന്നെ അസ്യൂം ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, സോ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം സപ്ലയേഴ്സ് 15,75,500 സബ്ജക്ട് ടു ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ടാക്സസ്. ഓക്കെ, സബ്ജക്ട് ടു ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ടാക്സസ്. അപ്പൊ ടാക്സിനെ പറ്റിയിട്ട് ഇവിടെ റീഫണ്ടബിൾ ആണോ നോൺ റീഫണ്ടബിൾ ആണോ എന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നോ. അപ്പൊ ടാക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ടാക്സ് റീഫണ്ടബിൾ അല്ല എന്ന രീതിയിൽ എടുക്കും. ഓക്കെ, സോ ടാക്സ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി, 15,75,500 അല്ലേ? 15,75,500 ആണ് പർച്ചേസ് കോസ്റ്റ് വരുന്ന, അല്ല ഗുഡ്സ് കിട്ടുന്നത്. അതിന് ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ലേടാ? എത്രയാ ട്രേഡ് ഡിസ്കൗണ്ട്? 3%. ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച്, ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കുക. 15,75,500 ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കുക. 3% അല്ലേ? കുറക്കുക. 3% കുറക്കൂ. എത്ര ഇടാ? 3% എത്രയാ? 3% കുറച്ച് കഴിഞ്ഞാൽ 15,28,235 കിട്ടൂലേ? അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ഇതാണ് ശരിക്കും പർച്ചേസ് ഫിഗർ വരേണ്ടത് അല്ലെ? പക്ഷെ ടാക്സും കൂടി ഉണ്ട്. 11% ടാക്സ് ഉണ്ട്. ആഡ് ടാക്സ് 11% ആഡ് ചെയ്യും. ഓക്കെ ആണോ? എത്ര ഇവിടെ 11% ആഡ് ചെയ്യുമ്പോൾ? യെസ്. സോ യു വിൽ ഗെറ്റ് എത്രയാ വാല്യൂ വരുന്നത്? 16,96,341. ഇതാണോ വരുന്നത്? അല്ലെ? പിന്നെ പാക്കേജിങ്ങും ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഉണ്ട്. ഇതിപ്പോ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ വരക്കാണെന്ന് വിചാരിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരക്കാണെങ്കിൽ 16,96,341. പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എത്ര വരണടാ? 87,500. ഫ്രൈറ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കൂലേ? എടുക്കൂലേ? എടുക്കും. ഫ്രൈറ്റ് ഒക്കെ എടുക്കും. യെസ്, എടുക്കണ്ടേ? ട്രേഡിംഗിൽ എടുക്കും. യെസ്, ഫ്രൈറ്റ് എടുക്കും. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എടുക്കും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ട്രിക്ക്, ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു എന്ന അസ്യൂം ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു എന്ന അസ്യൂം ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ സെയിൽ എത്ര വരും? ടോട്ടൽ സെയിൽ എത്ര വരും? ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽ എത്ര വരും? 24,80,000 ആണ് അല്ലെ? 24,80,500 രൂപ. ഓക്കെ, 500. സോ വാട്ട് ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ 69, 66, 59 ആണോ?
യെസ്. സോ ഇതിന് ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ? അറൗണ്ട് 28.08 ആണോ? 0809. യെസ്. സോ 28.09 അല്ലേ? ഓൺ സെയിൽ അല്ലേ? സെയിലിന്റെ മുകളിലല്ലേ? യെസ്. സോ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ സെയിലിന്റെ ഫിഗർ ആണ്, സെയിൽ ഫിഗർ ആണ്. അതിന്റെ മുകളിൽ 28%, 28.01 പ്രോഫിറ്റ് ഉണ്ടാവുക. 28.09 പ്രോഫിറ്റ് ഉണ്ടാവുക. യെസ്. അപ്പൊ അത് എത്രയാ വരുന്നത്? പ്രോഫിറ്റ് എത്ര വരും? %28.09 എത്രയാണോ? അതെ അതെ അതെ, ഓക്കെ, കറക്റ്റാ. 21. ബാലൻസ് എത്ര വരും? ആണോ? 168,988 ആണോ? ഓക്കെ ആണോ? ട്രേഡിംഗ് അക്കൗണ്ട് വരക്കുമ്പോ എന്ത് സിമ്പിളാ അല്ലേ? എവിടെയില്ലേ? സോ ഐഡിയ മനസ്സിലായില്ലേ? സെയിൽ ചെയ്തു എന്ന് എടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് സ്റ്റോക്കും കൂടി സെയിൽ ചെയ്തു. അപ്പൊ ഇവരെ സ്റ്റെപ്പ് ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യേണ്ട. നമ്മള് നോർമൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലേ? ഏതാ ഫുള്ള് പറയണോ മോനെ? ലാസ്റ്റ് GP ട്രേഡിംഗ് വരച്ച് ചെയ്താൽ മതി, ട്രേഡിംഗ് വരച്ച് ചെയ്താൽ മതി. കാരണം ട്രേഡിംഗ് വരക്കുമ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ മോനെ 16 ഇതും ഈ വാല്യൂ കിട്ടിയില്ലേ നമുക്ക്? പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 16,96,341 കിട്ടും. ഓക്കെ, ഏത് ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ട് ടാക്സ് കൂട്ടിയിട്ടുള്ള വാല്യൂ ഇത് കിട്ടും പർച്ചേസ്. എന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് 87,500 കിട്ടും. സെയിൽ ചെയ്തേണ്ടത് ഫുൾ ആണ്, ഫുൾ ഫിഗർ. സ്റ്റോക്കും കൂടി വിറ്റു വേണം എടുക്കാൻ. അപ്പൊ 24,80,500 എടുക്കും. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണാം, ഗ്രോസ് പ്രോഫിറ്റ് കാണാം ഇവിടെ തന്നെ. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇതെടുക്കും. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 6,96,000 സംതിങ് കിട്ടും. സോ അത് ഡിവൈഡ് ബൈ സെയിൽ അടിച്ചു കഴിഞ്ഞാൽ 28.09% ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ പ്രത്യേക കിട്ടില്ലേ? യെസ്. സോ അങ്ങനെ ആ പെർസെന്റേജ് കുറച്ചാൽ മതി, ഫിനിഷ്ഡ്. ഓക്കെ, സോ ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തിനാണ് മറ്റേനേക്കാൾ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ, നോൺ റീഫണ്ടബിൾ എന്നുള്ള രീതിയിൽ ചെയ്യാം, നോൺ റീഫണ്ടബിൾ എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ സി, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാവുന്നേ ഉള്ളൂ ടാക്സ് ഈസ് റീഫണ്ടബിൾ. സോ ടാക്സ് ഈസ് റീഫണ്ടബിൾ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട എന്നുള്ള രീതിയിൽ എടുക്കാം. മനസ്സിലായോ? ടാക്സ് റീഫണ്ടബിൾ ആയതുകൊണ്ട് ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എടുക്കാം. യെസ്, അത്രേ ഉള്ളൂ. ഗ്രോസ് ഒന്നേ ഉള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് കാണാം. സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ക്ലോസിംഗ് സ്റ്റോക്കിനെ സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് കുറച്ചാൽ ഫിനിഷ്ഡ്. ഇതാണ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിനെ സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് സെയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് കുറയ്ക്കാം. ഓക്കെ, റെഡി അല്ലേ? അടുത്തതിലോട്ട് പോവാം. എന്താടാ? ഓക്കെ, അപ്പൊ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻവെന്ററി ടേക്കിങ്ങിലോട്ട് ഞാൻ പോവാണ്. കാരണം ഇൻവെന്ററി ടേക്കിംഗ് എടുത്തിട്ട് നമുക്ക് വെയിറ്റഡ് ആവറേജ് ഫിഫോയിലൊക്കെ പോവാം. കാരണം ഫിഫോ ലിഫോ ഒക്കെ അറിയാത്ത ആൾക്കാർ റയർ ആണ്. സോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോവാം പിന്നെ വേണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത് തീർത്തേക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? 76.
ഇൻവെന്ററി ടേക്കിംഗ്. സോ നിങ്ങൾ റെക്കോർഡ് കാര്യം നോക്ക്. ഇന്ന് ഫ്രീ സെഷൻ ആണ്, റെക്കോർഡ് ഒന്നും ആർക്കും കിട്ടൂലേ. ഇപ്പുറത്ത് റാപ്പിഡ് റിവിഷനിലുള്ളവർക്ക് മാത്രമേ റെക്കോർഡ് ഉള്ളൂ. അപ്പൊ ഫുൾ ആയിട്ട് ഇരിക്കുക, ലൈവായിട്ട് കയറുക കേട്ടോ, ലീവായി പോവല്ലേ. സോ ഇൻവെന്ററി ടേക്കിംഗ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഇൻവെന്ററി ടേക്കിംഗ് നമ്മൾ ലൈവായിട്ട് കയറണം, അതാണ് മെയിൻ ഉദ്ദേശം. ഇൻവെന്ററി ടേക്കിംഗ്. എടാ ഇൻവെന്ററി ടേക്കിംഗില് ദിസ് ഇസ് എ വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഠിക്കുന്ന രീതി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. സോ ഇൻവെന്ററി ടേക്കിംഗില്, ഇൻവെന്ററി ടേക്കിംഗ് മീൻസ് സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് അല്ലെ, റൈറ്റ്? സ്റ്റോക്ക് എടുക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇലുസ്ട്രേഷൻ 8 നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതിൽ നോർമലും അബ്നോർമലും ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇപ്പോ കുറച്ച് ടൈപ്പ് ഓഫ് ഇൻവെന്ററി നോർമൽ രീതിയിൽ വെക്കുന്നു. ഒരു 10,000 രൂപയുടെ ഇൻവെന്ററി എപ്പോഴും 20% തന്നെ ഗ്രോസ് പ്രോഫിറ്റിൽ വെക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി എപ്പോഴും 20% തന്നെ വെക്കുക. സോ ഇവരെ പോളിസി എന്ന് പറയുന്നത് 20% തന്നെ വെക്കാറാണ്. ഓക്കെ, പക്ഷെ ഒരു സാധനം മാത്രം ഇവരെന്ത് ചെയ്തു, 10%. അങ്ങനെ ചിന്തിക്കാം. അപ്പോ എക്സെപ്റ്റ് ദാറ്റ് അബ്നോർമൽ ആയിട്ട് ബാക്കിയെല്ലാം നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഞാൻ നേരെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും. ഇൻവെന്ററി ആസ് ഓൺ 1/4 അല്ലെ, ഓപ്പണിംഗ് ഇൻവെന്ററി, പർച്ചേസ്, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ചാർജസ് വന്നിട്ടുണ്ട്, സെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, at the time of valuing inventory as on 31st March 2019, 2019 31st March, അതായത് ഓപ്പണിംഗിൽ അല്ലെ, ഓപ്പണിംഗിൽ a sum of 17,500 was written off on a particular item which was originally purchased for 50,000. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഓപ്പണിംഗില് 50,000 വാല്യൂ ഉള്ള ഒരു സാധനത്തിന്, എന്താണ് 50,000 നമ്മൾ വാങ്ങിച്ച ഒരു സാധനത്തിന് നമ്മൾ 17,500 എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അല്ലെ? അതായത് ഇപ്പോ 50,000 സാധനം 32,500 എന്നുള്ള രീതിയിലാണ് ഓപ്പണിംഗിൽ ഉള്ളത് എന്നല്ലേ? അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ 50,000 വേണ്ട സാധനം നമ്മൾ 17,500 കുറച്ച് 32,500 ഓക്കെ, അപ്പൊ ഈ 32,500 സാധനം നമ്മൾ 45,000 വിറ്റു എന്ന് പറയും. ഓക്കെ, എന്നിട്ട് പറയുന്നത് എക്സെപ്റ്റ് ദിസ്, ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് 20% ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററീസ് എത്ര എന്നൊക്കെ ചോദിക്കും. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് തോന്നും, പക്ഷെ നമുക്ക് നമ്മുടെ ടെക്നിക്ക് യൂസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ട്. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് എന്താ വരുന്നത്? ഓപ്പണിംഗ് ഇൻവെന്ററി അറിയാലോ? ഓപ്പണിംഗ് ഇൻവെന്ററി അറിയില്ലേ? ഓപ്പണിംഗ് ഇൻവെന്ററിയിൽ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണേ, നോർമലും അബ്നോർമലും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പൊ നിങ്ങളെ എല്ലാ ടെൻഷനും പോകും. ഓക്കെ, നോർമൽ ആയിട്ട് 1,10,000 അബ്നോർമൽ ആയിട്ട് 32,500 ഉണ്ട് അല്ലേടാ? അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ 32,500 ആണ് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള സാധനം. അതാണ് 45,000. അപ്പൊ അത് 32,500 സാധനം മാത്രമാണ് ഒരു എക്സ്ട്രാ സംഭവം ഉള്ളത്. ഓക്കെ, അപ്പൊ നോർമൽ അബ്നോർമൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ 2,10,000 നോർമലും 32,500. ഓക്കെ, ഇനി പർച്ചേസ് എത്ര വരുന്നത്? പർച്ചേസ് ഫുള്ള് നോർമൽ ആണ്. ഓക്കെ, ഇതാരടാ വരച്ചതാരടാ? പർച്ചേസ് എന്ത് ചെയ്യാ? പർച്ചേസ് എന്ത് ചെയ്യാ? ശരിയെന്നാ ഞാൻ പറഞ്ഞത്, ശരിയെന്ന്. പർച്ചേസ് എന്ത് ചെയ്യാ? 762,500 അല്ലെ? പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് അല്ലേ വരുന്നത് നമുക്ക്? യെസ്, 7,62,500. ഓക്കെ, അടുത്തത്
മാനുഫാക്ചറിങ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് വരൂലേ? അല്ലെ? 1,50,000. സെല്ലിംഗ് എക്സ്പെൻസ് വരുമോ? നോ. സെല്ലിംഗ് എക്സ്പെൻസ് വരുമോ? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ടിൽ അവിടെ എത്തുന്നത് വരെ, കണ്ടീഷൻ വരെ വരും അല്ലെ? അപ്പൊ നമ്മൾ നോർമലി അല്ല, എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് അതിനുശേഷം, അതായത് പ്രസന്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണെന്നുള്ള രീതിയിൽ എടുക്കാം. സോ ഇത് ഓൾസോ എടുക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് വേറൊരു അസംഷൻ എടുക്കാം. എന്താണ്? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എന്താ പറയുക, ടു ബ്രിങ് ഐറ്റംസ് ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം? 30,000 പോട്ടെ, അതും വേണ്ട. ഫിനാൻഷ്യൽ ചാർജസ് വേണോ? ഇൻട്രസ്റ്റ് നോർമലി എടുക്കണോ? വേണ്ട അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, സെയിൽ എത്രയാന്ന് പറഞ്ഞേ? 12,40,000 സെയിലില്ലേ? അതില് 45,000 അബ്നോർമൽ അല്ലേടാ? 45,000 അബ്നോർമൽ ആണ്. അപ്പൊ നോർമൽ 12 ലക്ഷം അല്ലേ? യെസ്. അപ്പൊ അബ്നോർമൽ ആയിട്ടുള്ള നിങ്ങളെ പ്രോഫിറ്റ് പറ. അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് 12,500 അല്ലേ? അബ്നോർമൽ പ്രോഫിറ്റ് എത്രയാ? 12,500 അല്ലേ? യെസ്. ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവോ? സ്റ്റോക്ക് ഉണ്ടാ? എല്ലാം വിറ്റില്ലേ? എല്ലാം വിറ്റില്ലേ? നോ സ്റ്റോക്ക് റിമൈനിങ് അല്ലെ? 32,000 സാധനം ഫുള്ളായിട്ട് വിറ്റു. ഓക്കെ, സോ ഫുള്ളായിട്ട് വിറ്റു. ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഇനി 12 ഇത് പറ. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ബാക്കിയുള്ളതിന് നോർമൽ സെയിലിന് 20% എന്നാ പറഞ്ഞത്. അപ്പൊ എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് വരട്ടെ? 20% ഓൺ സെയിൽ. 20% ഓൺ സെയിൽ എന്ന് പറയുമ്പോ എത്ര വരും? പറയേ. 2,40,000. യെസ്. സോ ഇൻ ദാറ്റ് കേസ് ഇതൊന്ന് ബാലൻസിങ് ഫിഗർ എടുത്ത് നോക്കിയേ. ഫുൾ ആഡ് ചെയ്യും. -12 lakh ചെയ്ത് കൊടുത്ത് എത്രയാ ബാലൻസിങ് ഫിഗർ വരുന്നത്? 1,10,000 പ്ലസ് 76,25,00 പ്ലസ് 1,50,000 2,40,000 മൈനസ് 12 lakh. എത്രയാ? 60,500. 60,500 അല്ലേ? യാ. നമ്മൾ എന്ത് വരച്ചു? ഇവരെന്ത് കാണിച്ചു? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് കിട്ടി, നോർമൽ അബ്നോർമൽ വെച്ചിട്ട്. ഇവരെന്തൊക്കെ കാണിക്കുന്നത്? ഇത് മൈനസ് ഇങ്ങനെ ചെയ്യണം. അത് പെട്ടെന്ന് നമുക്ക് കത്തൂല. മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്തത് അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്തതല്ലേ? ഒന്നുകൂടെ പറയണതാ. യെസ്. ഞാൻ പറഞ്ഞ പോലെ പ്രസന്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ പ്രസന്റ് ചെയ്താൽ ഇതേപോലെ പ്രസന്റ് ചെയ്യാൻ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. നോർമൽ പ്രോഫിറ്റോ? നോർമൽ പ്രോഫിറ്റ് 12 ലക്ഷത്തിന് മുകളിൽ. ഇവിടെ 20% ഓൺ സെയിൽ എന്നല്ലേടാ പറഞ്ഞേ. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് യെസ്. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ മതി. നിങ്ങൾ ഡയറക്ട്ലി ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ചെയ്താൽ മതി. ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടി നോക്കേ. ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ 1,10,000 നോർമല്, ഇത് 32,500. ഓക്കെ. യെസ്. എന്നിട്ട് സെയിലിന്റെ കാര്യം 12,40,000. ഇത് മനസ്സിലായോ? ഇത് പർച്ചേസിന്റെ കാര്യം. യെസ്. നല്ല മാർക്ക് കിട്ടൂടാ. പ്രാക്ടീസ് ചെയ്താൽ മാർക്ക് കിട്ടും. പക്ഷെ എക്സാമിന് ഇവർക്ക് നിങ്ങളെ കൊണ്ട് 10 മാർക്ക് പോലും കിട്ടാത്ത അവസ്ഥയിൽ എത്തിക്കാൻ പറ്റും. അക്കൗണ്ട്സിന് 100 മാർക്ക് കിട്ടുന്ന അവസ്ഥയിൽ എത്തിക്കാം. സോ എക്സാം എന്ത് സംഭവിക്കാം. അക്കൗണ്ട്സ് ക്യാൻ ബി എന്ത് ടഫ് ആവാം, പറയാൻ പറ്റില്ല. നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സീനാണ്. നിങ്ങൾക്ക് 40-45 കിട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ നടത്താൻ വേണ്ടിട്ട് ഒരു എക്സാം. ഓക്കെ. അപ്പൊ എന്തായാലും ചെയ്തു നോക്കൂ. അത് പാസ്സായ നിങ്ങൾ നല്ല മാർക്ക് കിട്ടും. സച്ചിൻ സാറിനോട് കോൺടാക്ട് ചെയ്താൽ മതി എക്സാമിന്.
ഓക്കെ, സോ പർച്ചേസ് ഫിഗർ മനസ്സിലായോ? അല്ലെ, പർച്ചേസ് അല്ല, അതെ അതെ, നമ്മൾ രണ്ടും കൽപ്പിച്ചു. എടാ ഇൻവെന്ററി, ഓപ്പണിംഗ് ഇൻവെന്ററി മനസ്സിലായോ? ഓപ്പണിംഗ് ഇൻവെന്ററി മനസ്സിലായല്ലോ? ഒന്നും കൂടി പറയാം. ഓപ്പണിംഗ് ഇൻവെന്ററി ഞാൻ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. നോർമൽ, അബ്നോർമൽ, നോർമൽ, അബ്നോർമൽ. കാരണം എന്തിനാണ് അബ്നോർമൽ എന്ന് പറഞ്ഞേ? ആ മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇന്ന് തന്നെ. ഇന്നാണ് മോക്ക് ടെസ്റ്റ്. ഇന്ന് ഈവനിങ് ആണെന്നോ? ഈവനിങ് അല്ല, 2 to 5. 2 to 5 എന്നാണ് എന്തോ ടൈം പറയുന്നുണ്ട്. അല്ല, 2:30 to 5:30 ആണോ? സോ ഓപ്പണിംഗ് ഇൻവെന്ററി 1,10,000, 32,500. ഓക്കെ, 32,500. ഇത് സെയില് നോർമല്, നോർമൽ, അബ്നോർമൽ, നോർമൽ, അബ്നോർമൽ. ഓക്കെ, പർച്ചേസസ് കറക്റ്റ് ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? നോർമൽ ആയിട്ട് എടുത്തു. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് നോർമൽ ആയിട്ട് എടുത്തു. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫിഗർ ഇടാം. ടോട്ടൽ ഫിഗർ ഇവിടെ ഇടാം, വേണമെങ്കിൽ ടോട്ടൽ ഫിഗർ ഇടാം. ശരി, ഉണ്ട്. ഇപ്പൊ ചോദിക്കലടാ, ഇത് ചോദിക്കേണ്ട സമയമല്ല മുത്തേ, ഇപ്പൊ സമയമല്ല. ഇപ്പൊ ഇത് കേൾക്കും. യെസ്, ബാക്കിയൊന്നും വരില്ല. എന്നിട്ട് ഇവിടെ 12,500 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. എവിടെ വരുന്നത്? അബ്നോർമലിന്റെ കേസിൽ വരാം. ഓക്കെ, നോർമലിന്റെ കേസിൽ എത്രയാണ് വരുന്നത്? നോർമലിന്റെ കേസിൽ എത്രയാണ് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് 2,40,000 അല്ലേ? അതെങ്ങനെ 2,40,000 കിട്ടി? ഇവിടെ പറയുന്ന പോയിന്റ് ഉണ്ടോ? bearing the transaction relating to this item, gross profit is 20%. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? എക്സെപ്റ്റ് ഫോർ ദാറ്റ് ഐറ്റം. ഏത്? ആ അബ്നോർമൽ ഐറ്റം ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനും 20% ആണെന്നാ പറഞ്ഞത്. സോ 20%, 12 lakhന്റെ മുകളിൽ 20% is 2,40,000. എന്നിട്ട് നിങ്ങൾ ബാലൻസ് എടുത്താൽ മതി. ബാലൻസ് ഫിഗർ എടുത്തു വെക്കുക, 62,500 എന്ന് കിട്ടും. അപ്പൊ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ്? എത്രയാടാ? 2,52,500 അല്ലേ? ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 2,52,500. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഇടാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഇടാൻ പറ്റും. എന്താ അറിയോ? നിങ്ങളോട് ഇപ്പോ 32,500 സാധനമാണ് 45,000 വിറ്റെന്ന് പറഞ്ഞു അല്ലേ? അല്ലെ? ഈ സാധനം ഫുള്ളായിട്ട് വിറ്റു എന്നല്ലേ പറഞ്ഞേ? ഈ 32,500 ഫുൾ സാധനം വിറ്റു. നിങ്ങളോട് അവർക്ക് പറഞ്ഞുകൂടെ ഈ ഫുൾ സാധനം നിങ്ങൾ വിറ്റിട്ടില്ല, ഇതിന്റെ ഒരു 30,000 സാധനം മാത്രമാണ് 45,000 വിറ്റ് എന്ന് പറഞ്ഞൂടെ? എന്താണ്? 30,000 സാധനം മാത്രമാണ് 45,000 വിറ്റ് എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ അവർ പറയാം ഒരു 70% ഓഫ് ദ ഐറ്റംസ് മാത്രമാണ് ഇത്രയും വിറ്റെന്ന് പറഞ്ഞൂടെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ 2,500 സ്റ്റോക്ക് വരൂലേ? മനസ്സിലായോ? 30,000 സാധനം മാത്രമാണ് വിറ്റെന്ന് പറയുകയാണെങ്കിൽ 2,500 സ്റ്റോക്ക് വരും. അപ്പൊ പ്രോഫിറ്റ് വരുന്ന 30,000 സാധനമാണ് 45,000 വിറ്റത്. സോ 15,000 പ്രോഫിറ്റ് വരും. സോ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ദർ ഇസ് നോ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഫുൾ ആയിട്ട് അബ്നോർമൽ ഐറ്റം ഫുൾ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട് അല്ലെ? അബ്നോർമൽ ഐറ്റം ഫുൾ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. അബ്നോർമൽ ഐറ്റം ഫുൾ ആയിട്ട് സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ വരാം. ടോട്ടൽ ആൻസർ 65,000 വരാം. ഓക്കെ, കിളി പാറുന്നുണ്ടാ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇതാ ഞാൻ ഇവിടെ വരച്ചത് ശ്രദ്ധിക്കണം. എന്താ നോക്ക്, പർട്ടിക്കുലേഴ്സ്, ഇൻവെന്ററി, പർച്ചേസ്, മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ്, സെയിൽ, ഗ്രോസ് സ്റ്റോക്ക്, ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, കണ്ടോ? സിമിലർ ഉണ്ട്, സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ നോർമൽ, അബ്നോർമൽ, കണ്ടോ? ഇത് സെപ്പറേറ്റ് ചെയ്ത് നോർമൽ, അബ്നോർമൽ, ടോട്ടൽ അങ്ങനെ ചെയ്താൽ മതി. അതെ, ബാലൻസ് എടുത്തപ്പോഴാണോ 62,500? യെസ്, ബാലൻസ് ആണോ 62,500 ബാലൻസിങ് ഫിഗർ? ഓക്കെ, ശരി. അപ്പൊ ഇത് കഴിഞ്ഞു. നമുക്ക് ഇലിസ്ട്രേഷൻ 9 നോക്കാം. ഓക്കെ, ഇലിസ്ട്രേഷൻ 9 പഠിക്കും. 9ഉം 10ഉം ഉണ്ട്, അത് രണ്ടും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. 9ഉം 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിലോട്ട് പോകാം. സോ 10 ഇസ് ലിറ്റിൽ ബിറ്റ് കുറച്ചും കൂടി പഠിക്കാനുള്ളതാണ്, ടഫസ്റ്റ് ആണ്. സോ ഇലിസ്ട്രേഷൻ 9 നോക്കാം. എടാ ഇലിസ്ട്രേഷൻ 9 എന്ന് പറയുന്നത് ഇപ്പോ ഇൻവെന്ററി ടേക്കിംഗ് കറക്റ്റ് 31-ാം തീയതി പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പറ, കറക്റ്റ് 31-ാം തീയതി
മാർച്ചിന് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ ചിലപ്പോ മുമ്പേ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ പിന്നീട് ചെക്ക് ചെയ്യാം, എന്ത് വേണം സംഭവിക്കും, റൈറ്റ് അല്ലെ? ആ, അപ്പൊ ഞാൻ മുമ്പേ ചെക്ക് ചെയ്തു, 15 മാർച്ചിന് ചെക്ക് ചെയ്തു. 15 മാർച്ചിന് ചെക്ക് ചെയ്തപ്പോ എനിക്ക് 1,00,000 സ്റ്റോക്കാണ് അവിടെ കണ്ടതെന്ന് വിചാരിക്കും. ശ്രദ്ധിക്കണേ, 1,00,000 സ്റ്റോക്കാണ് അവിടെ കണ്ടത്. ഓക്കെ, അപ്പോ എനിക്ക് വേണ്ടത് 31 മാർച്ചിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നല്ലേ? അല്ലടാ, 31 മാർച്ചിൽ എത്രയാണ് സ്റ്റോക്ക് എന്നല്ല അറിയേണ്ടത്. യെസ്. സോ ഈ ഒരു പീരീഡിലെ പർച്ചേസ് ആഡ് ചെയ്യണ്ടേ, നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യണ്ടേ ബൈ നെറ്റ് പർച്ചേസ്, പർച്ചേസ് മൈനസ് റിട്ടേൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യണ്ടേ. ആ, എന്നിട്ട് നെറ്റ് സെയിലിന്റെ മുകളിലുള്ള കോസ്റ്റ് ശ്രദ്ധിക്കണേ. നെറ്റ് സെയിൽ അല്ല കുറക്കണ്ടേ. നെറ്റ് സെയിൽ ആണോ കുറക്കണ്ടേ? നോ, സെയിൽ ചെയ്ത സാധനത്തിന്റെ കോസ്റ്റ് ആണ് കുറക്കണ്ടേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അവിടെയാണ് തെറ്റിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇവിടെ ഞാൻ 50,000 സാധനം വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ 40,000 സെയിൽ നടത്തി. ഇവിടെ 40,000 സെയിൽ നടത്തുമ്പോ ദിസ് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് അല്ലെ? പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് അല്ലേ? ആ, അപ്പൊ ഈ 40,000 സാധനത്തിന്റെ എത്രയാണ് കോസ്റ്റ് എന്നല്ലേ നോക്കണ്ടേ? ഒരു 30,000 സാധനമാണ് 40,000 വിറ്റതെങ്കിൽ ഇവിടെ കുറക്കേണ്ട എത്രയാണ്? ഇവിടെ കുറക്കേണ്ട എത്രയാ അല്ലെ? വിറ്റുപോയ സാധനത്തിന്റെ കോസ്റ്റ് അല്ലേടാ. യെസ്, മനസ്സിലായോ? ദാറ്റ് പോയിന്റ് മൈൻഡ് വെക്കും. എന്താണ് വിറ്റുപോയ സാധനത്തിന്റെ കോസ്റ്റ്? ഓക്കെ, യെസ്. സോ ഇൻ കേസ് നിങ്ങളോട് പറയാണ്, ശ്രദ്ധിക്കണേ, ഇൻ കേസ് നിങ്ങളോട് പറയാണ് 40,000 സെയിൽ, 40,000 സെയിൽ. ഓക്കെ, പ്രോഫിറ്റ് 20% ഓൺ സെയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി 20% അപ്ലൈ ചെയ്യുക, 8,000 കിട്ടും. 32,000 സാധനമല്ലേ നമ്മൾ വിറ്റത് അല്ലെ? 32,000 സാധനമല്ലേ വിറ്റത്? ഓക്കെ, അപ്പൊ 32,000 ആണ് ഇവിടെ കുറക്കേണ്ടത്. ഓക്കെ, ഇനി ചിലപ്പോ ഇവിടെ ഇത് മാറ്റിപ്പിടിച്ചിട്ട് ശ്രദ്ധിക്കണോ, 40,000 സെയിൽ ഉണ്ട്, എന്നിട്ട് നിങ്ങളോട് പറയാണ് 5,000 സെയിൽ റിട്ടേൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 35,000 ആണ് നെറ്റ് സെയിൽ അല്ലെ? നെറ്റ് സെയിൽ 35,000. ആ 35,000 നെറ്റ് സെയിലിന്റെ മുകളിൽ പ്രോഫിറ്റ് 20% കുറച്ചാൽ പോരെ? അപ്പൊ 28,000 കിട്ടും അല്ലെ? അപ്പൊ ആ 28,000 അല്ലേ ഇവിടെ കുറഞ്ഞു. മനസ്സിലായോ? സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? മനസ്സിലായിടാ, കാര്യം മനസ്സിലായില്ലേ? സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേണും കൂടി കുറച്ചിട്ട് ഈ എമൗണ്ടിന്റെ മുകളിൽ വേണം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് കുറക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് കിട്ടും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഞാൻ ഇവിടെ എഴുതിയത് ശ്രദ്ധിക്കണേ. ദ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് നെറ്റ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് നെറ്റ് ഗുഡ്സ് സോൾഡ് ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നെറ്റ് ഗുഡ്സ് സോൾഡ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എടുക്കുക, നെറ്റ് സെയിൽ എടുക്കുക. നെറ്റ് സെയിലിന്റെ മുകളിൽ കോസ്റ്റ് എത്ര, അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ഫിഗർ. ഓക്കെ, അതേപോലെ നേരെ തിരിച്ച് ഇപ്പോ മാർച്ച് 15 ചെയ്തതാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ഓക്കെ, പക്ഷെ നേരെ മറിച്ചിട്ട് ഏപ്രിൽ 15 നിങ്ങൾക്ക് 1,00,000 കിട്ടുന്നത്. ഓക്കെ, ഏപ്രിൽ 15 1,00,000 കിട്ടുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ റിവേഴ്സ് അല്ലേ? അല്ലടാ, ഇതിന്റെ നേരെ തിരിച്ച് ചെയ്യണ്ടേ? മാർച്ചിലുള്ള വാല്യൂന്റെ കൂടെ വേണ്ടേ നിങ്ങൾ ആഡ് ചെയ്യാം അല്ലെ? മാർച്ചിന്റെ വാല്യൂന്റെ കൂടെ നിങ്ങൾ പർച്ചേസ് ആഡ് ചെയ്തിട്ട് ലെസ് സെയിലിന്റെ മുകളിൽ കോസ്റ്റ് എടുക്കാം. എന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. അപ്പൊ ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നേരെ തിരിച്ചാവൂലേന്ന് അല്ലെ? പ്ലസ് കോസ്റ്റ് ഓഫ് സെയിൽ, നെറ്റ് സെയിൽ മൈനസ് നെറ്റ് പർച്ചേസ്. അങ്ങനല്ലേ ചെയ്യണ്ടേ? ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? യെസ്. സോ 15th മാർച്ചിനാണ് വാല്യൂ എടുക്കുന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് ആഡ് ചെയ്തിട്ട് സെയിലിന്റെ മുകളിലുള്ള കോസ്റ്റ് കുറക്കാം. ഓക്കെ, 15th മാർച്ചിന് ഏപ്രിലാണ് വരുന്നതെങ്കിൽ നേരെ തിരിച്ചിട്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ആള് പറഞ്ഞോ 60. വാല്യൂ ഓൺ 31st കുറിച്ചിട്ട് എന്തിനാണ് GP കൊടുക്കുന്നത് അല്ലെ? വാല്യൂ ഓൺ 31st അല്ല നോക്കട്ടെ.
ആ ചെയ്യാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വായിക്കും. വായിച്ചു ക്വസ്റ്റ്യന്. A trader prepared his accounts 31st March. Unavoidable reason 15 ഏപ്രിൽ വരെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലെ? അപ്പൊ 15 ഏപ്രിലിലെ ഫിഗറിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? എന്താണ് ആഡ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ അല്ലേ? ആ തെറ്റിച്ച്. എടാ 15-നാടാ, 15 ഏപ്രിലാടാ, 15 ഏപ്രിലാ. തിരിച്ച് ബാക്കിലോട്ട് വരാണ്. തെറ്റിക്കോ അത്. 15 മാർച്ചിനാണെങ്കിലല്ലേ പർച്ചേസ് ആഡ് ചെയ്യേണ്ടുള്ളൂ. ആ അപ്പൊ സെയിലിന്റെ മുകളിലുള്ള കോസ്റ്റ് കൂട്ടാം, എന്നിട്ട് നെറ്റ് പർച്ചേസ് ലെസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക എത്രയാണ്? 5 lakh. 5 lakh ആണ് 15-നുള്ളത്. ഓക്കെ, അതിന് നെറ്റ് സെയിൽ പറ. എടാ സെയിൽ 4/10. ക്യാഷ് സെയിൽ ആണെങ്കിൽ കുഴപ്പമുണ്ടോ? 4/10 സെയിൽ, ക്യാഷ് സെയിൽ ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല. സെയിൽസ് റിട്ടേൺ 10,000. അപ്പൊ നെറ്റ് സെയിൽ എത്രയാ? നെറ്റ് സെയിൽ എത്രയാ? 4 ലക്ഷം. ആ അതിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് 20% എന്നാ പറഞ്ഞത്. പ്രോഫിറ്റ് 20%. ആ അപ്പൊ കോസ്റ്റ് എത്രയാ? കോസ്റ്റ് എത്രയാ? 3,20,000. അത് ആഡ് ചെയ്യും. ആ പർച്ചേസസ് നെറ്റ് പർച്ചേസ് റിട്ടേൺ ഒന്നും ഇല്ല, അപ്പൊ അത് കുഴപ്പമില്ല അല്ലെ? ഡയറക്ട്ലി കുറച്ചാ പോരെ. ചെയ്യ എത്ര വരാ? 5 lakhന്റെ കൂടെ 3,20,000 ആഡ് ചെയ്യുക, 50,340 ലെസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായില്ലേ? പറയാൻ പറ്റൂല മോനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമും മാത്സ് ആയിരുന്നു ടഫ്. ഇപ്രാവശ്യം അക്കൗണ്ട്സ് പിടിക്കാം. എന്തും സംഭവിക്കാം. അക്കൗണ്ട്സിൽ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോലെ, 90 കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോലെ, 80 കിട്ടും എന്നുള്ള പ്രതീക്ഷ പോലെ അക്കൗണ്ട്സ് ഒരു 60 അടിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ പോയാൽ എക്സാം ടഫ് ആണെങ്കിൽ ഒരു 40 എങ്കിലും മേടിച്ചിട്ട് വരാം. അത്രേ ഉള്ളൂ. ആ യെസ്, നെറ്റ് സെയിൽ നിന്ന് GP കുറച്ചിട്ട് വേണം എഴുതാൻ. അത്രേ ഉള്ളൂ. നെറ്റ് സെയിൽ നിന്ന് GP പെർസെന്റേജ് കുറക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടി ഉണ്ടാവും, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടി ഉണ്ടാവും, സിമ്പിൾ ആണ്. ഞാൻ ഈ 10th ക്വസ്റ്റ്യന്റെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ടഫസ്റ്റ് സബ് ടൈപ്പ് ആണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എനിക്ക് 2 പോയിന്റ്സ് പറയാനുണ്ട്. 1, 10,000 വാല്യൂ ചെയ്യേണ്ട സാധനം. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് 31st മാർച്ചിന് നിങ്ങൾ പോയി ചെക്ക് ചെയ്തപ്പോൾ 1 lakhന്റെ സ്റ്റോക്ക് ഉണ്ട്. എന്താണ്? 31st മാർച്ചിന് നിങ്ങൾ പോയി ചെക്ക് ചെയ്തപ്പോൾ 1 lakh സ്റ്റോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് തരാണ്. 10,000ന് വാല്യൂ ചെയ്യേണ്ട സാധനം നിങ്ങൾ 12,000 എന്നാണ് കാണിച്ചത്. എന്താണ്? 10,000 വാല്യൂ വേണ്ട സാധനത്തിന് നിങ്ങൾ 12,000 ആണ് കാണിച്ചത്. ഓക്കെ, യെസ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ 1 ലക്ഷത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് 12,000 അല്ലേ? അല്ലെ? നിങ്ങൾ ഫിസിക്കലി സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് 10,000 വരേണ്ട സാധനത്തിന് നിങ്ങൾ 12,000 എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 1 ലക്ഷത്തിൽ 12,000 അല്ലേ ഇൻക്ലൂഡഡ്? ആ അപ്പൊ ശരിക്കും 10,000 മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 2,000 കുറക്കണ്ടേ? അല്ലെ? ഈ 12,000ന്റെ സാധനത്തിന് 10,000ത്തിലേക്ക് എത്തിക്കണ്ടേ? യെസ്, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? അത് ഓക്കെ. അതേപോലെ നിങ്ങളോട് ഇതേ പോയിന്റ് തന്നെ പറയാണ്.
ഇതില് 5000 വാല്യൂ ഉള്ള കോസ്റ്റ് ഉള്ള സാധനത്തിന് 2000 രൂപ മാത്രമേ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉള്ളൂ. എന്താണ്? 5000 നിങ്ങൾ വാല്യൂ ചെയ്ത സാധനത്തിന് 2000 മാത്രമേ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 5000 അല്ലേ ഇവിടെ കാണിച്ചിട്ടുള്ളത്, 2000 അല്ലേ കാണിക്കേണ്ടത്, 3000 കുറക്കണ്ടേ, ടോട്ടൽ സ്റ്റോക്ക് 3000 കുറക്കണ്ടേ. ഈ 2 പോയിന്റ് ആണ് മൈൻഡിൽ വെക്കുന്നത്. സോ ഈ 2 പോയിന്റ് മൈൻഡിൽ ഉണ്ടെങ്കിൽ 10th ക്വസ്റ്റ്യൻ ഇസ് സിമ്പിൾ. 10th ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ സിമ്പിൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മെത്തേഡും ഈ 2 പോയിന്റ്. ഓക്കെ, യെസ്. സോ നമുക്ക് പോവാം. എവിടെ പോവാം? എത്ര പിള്ളേര് കുറഞ്ഞ 60-ലെത്തി. ആവശ്യമില്ലെങ്കിൽ വേണ്ടടാ അല്ലേ? നമ്മുടെ സമയമായില്ലല്ലോ, 13 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി ചെയ്യാം. Inventory taking for the year ended 31st March 2020 was completed by 10th April. The valuation of which showed an inventory figure of 16,75,000 at cost as on completion date. Okay, ശ്രദ്ധിച്ചു നോക്കാം. 10th തീയതി ഏപ്രിലാണ് അല്ലെ, കഴിഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതിന്റെ ഇൻവെന്ററി കിട്ടിയത് 16,75,000 ആണ്. ഓക്കെ, at the end of the year നമുക്ക് കിട്ടിയ completion of inventory taking sales for next year were made എത്രയാണ്? 68,750 ആണ് സെയിൽ ഉള്ളത്. പ്രോഫിറ്റ് പെർസെന്റേജ് 33.33%. പർച്ചേസസ് തന്നിട്ടുണ്ട് 90,000 ലെസ് ഡിസ്കൗണ്ട് 10%. ഓക്കെ, അപ്പൊ പർച്ചേസസ് എത്രയാണ് വരുന്നത്? 90,000 ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. അപ്പൊ 81,000 പർച്ചേസ് അല്ലേ ഉള്ളൂ. യെസ്. ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. പെർസെന്റേജ് ഓൺ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, അതും ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് പെർസെന്റേജ് ഓൺ സെയിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. കോസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കണം, ശ്രദ്ധിക്കണം. സോ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഗുഡ്സ് വെർ ആഡഡ് അറ്റ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 3,000 ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ് റിട്ടേൺ. അപ്പൊ സെയിൽസ് റിട്ടേൺ 3000 ഉണ്ട്. അപ്പൊ നെറ്റ് സെയിൽ കിട്ടിയില്ലേടാ? അല്ലടാ, നെറ്റ് സെയിൽ കിട്ടിയില്ലേ? സെയില് നെറ്റ് സെയിൽ 3000 കുറച്ചാ പോരെ. സെയിൽസ് റിട്ടേൺ 3000 വിത്ത് പ്രോഫിറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എത്രയായിരിക്കും? ഇതേ പെർസെന്റേജിൽ തന്നെ ആയിരിക്കും, സെയിലിന്റെ പെർസെന്റേജിൽ തന്നെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ നെറ്റ് സെയിൽ എത്ര വരും? 65,750. ഓക്കെ, അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് ആഫ്റ്റർ ഇൻവെന്ററി ടേക്കിംഗ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് old slow moving items costing 11,250 should be taken at 5250. മനസ്സിലായോ? 11,250 നമ്മൾ കാണിച്ച സാധനം 5,250 കാണിക്കേണ്ടിരുന്നത്. അത് എന്ത് ചെയ്യണം? നേരെ പറ. ടോട്ടൽ 16,75,000. ഓക്കെ, നിങ്ങൾ പറ. 11,250 കാണിക്കേണ്ട സാധനം നമ്മൾ 11,250 കാണിച്ചിട്ടുള്ളത്. നമ്മൾ എത്രയാണ് എടുക്കേണ്ടത്? 5,250 എടുത്താ പോരെ? യെസ്. 6,000 കൂട്ടിയിട്ടല്ലേ ഉള്ളേ? 6,000 കുറക്കണ്ടേ? 6,000 കുറക്കണ്ടേ? മൈനസ്. യെസ്. അടുത്തത് സെർട്ടൻ ഫ്ലഡ് കാരണം 15,500 കിട്ടിയ സാധനത്തിന് ഇറ്റ് വാസ് റിസീവ്ഡ് ബിയോണ്ട് ഡെലിവറി ഡേറ്റ് ഓഫ് കസ്റ്റമർ. സോ ദാറ്റ് ഈസ് വൈ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് 12,500. ഓക്കെ, അപ്പൊ 15,500 കോസ്റ്റിലുള്ള സാധനം 12,500 നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉള്ളത്. അപ്പൊ 3,000 രൂപ എന്തായി? നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്, കുറവാണ് അല്ലെ? 15,500 കാണിക്കാൻ പറ്റുമോ? 15,500 കാണിക്കാൻ പറ്റുമോ? ഇല്ല. 12,500 കാണിക്കണ്ടേ? 3,000 കുറക്കണ്ടേ? 3,000 കുറക്കണ്ടേ? യെസ്. ഓക്കെ, അപ്പൊ എന്തിനാണ് 6,000 കുറച്ചത് 3,000 കുറച്ചത്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മള് ആഡ് ചെയ്യേണ്ട കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ അല്ല ആഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ. നെറ്റ് സെയിൽ എത്രയുണ്ട്? 68,750 മൈനസ് 3,000, 65,750
65,750. ആ, ഇതാണ് നെറ്റ് സെയിൽ അല്ലെ? യെസ്. അപ്പൊ നെറ്റ് സെയിലിന്റെ മുകളിൽ കോസ്റ്റ് എത്രയാ നോക്കണ്ടേടാ? കോസ്റ്റ് എത്രയാ നോക്കണ്ടേ? യെസ് 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 യെസ്. ആ, അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് തന്നത് 33.33% ഓൺ കോസ്റ്റ് ആണ്. സെയിലിന്റെ മുകളിൽ തന്ന ഡയറക്ട്ലി കുറക്കാം അല്ലെ? സെയിലിന്റെ മുകളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി കുറച്ചാൽ പോരെ അല്ലടാ? ആ, ഇപ്പൊ കോസ്റ്റിന്റെ മുകളിൽ തരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആണ് കോസ്റ്റ് എന്ന് വിചാരിക്കും. 33.33% പ്രോഫിറ്റ് കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ? ഇങ്ങനെ സെല്ലിംഗ് പ്രൈസിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്താണ്? എക്സിന്റെ കൂടെ 33.33% ഓഫ് എക്സ്, കോസ്റ്റിന്റെ മുകളിൽ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടുള്ള മെത്തേഡാണ്. സോ കോസ്റ്റിന്റെ കൂടെ നമ്മൾ 33.33% ഓൺ കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 65,750 കിട്ടണം. അതായത് ഇവിടെ ടോട്ടൽ 133.33% ഓഫ് എക്സ് ഈക്വൽ ടു 65,750 കിട്ടണം. അപ്പൊ എക്സ് എത്ര വരും? 65,750 ഡിവൈഡഡ് ബൈ 133.33%. അല്ലെ? ഇത് ശരിക്കും ഉദ്ദേശം മനസ്സിലായല്ലോ? എക്സിന്റെ കൂടെ 1/3x, അതല്ലേ നമ്മളെ ഈ 65,750. യാ, സോ യു വിൽ ഗെറ്റ് 4/3x ഈക്വൽ ടു, അതേടാ 33.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്. 33.33% എന്ന് പറഞ്ഞാൽ 1/3 അല്ലേടാ? ആദ്യം അത് മനസ്സിലാക്കി. അപ്പൊ 1/3x ഇത് 4, അപ്പൊ 65,750. എക്സ് എന്താ വരിക? 65,750 ഇൻറ്റു 3/4. ഇത് ചെയ്യുക, എത്ര കിട്ടുന്നത്? എത്ര കിട്ടുന്നത്? 40. പറ 40. ഫുൾ നേരെ പറടാ. 49,312.5 അല്ലെ? ഇതെന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് അല്ലേ? സെയില് ആഡ് ചെയ്യണ്ടേ? സെയിലിന് മുകളിൽ കോസ്റ്റ് ആഡ് ചെയ്യണം. യെസ്, ആഡ്. എത്രയുടെ? 49,3 ആഡ് ചെയ്യണം. ആഡ് ചെയ്യും. എന്നിട്ട് പർച്ചേസ് കുറക്കണ്ടേ? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ ആഡ് ചെയ്തിട്ട് പർച്ചേസ് കുറക്കണം. പർച്ചേസ് എത്രയല്ലേ? 81,000 അല്ലെ? ഇതൊന്ന് ചെയ്ത് നോക്കി, എത്ര കിട്ടുന്നു? സെയിം, നമ്മൾ സ്റ്റെപ്പ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എന്താണ്? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ ആഡ് ചെയ്തു. ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ ആഡ് ചെയ്തു, പർച്ചേസ് കുറച്ചു. ബാക്കി 2 പോയിന്റ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫിനിഷ്ഡ്. എത്രയുടെ വാല്യൂ വരുന്നത്? 16,34,313 ആണോ? യെസ്, കറക്റ്റ്. ഇത് ഇവര് ഇവിടെ എടുത്ത വാല്യൂ മാറിപ്പോയതാണ്, അതുകൊണ്ട് പ്രശ്നം. ഓക്കെ, ഇവിടെ എടുത്ത വാല്യൂ മാറിപ്പോയതാണ്. ഇതല്ലല്ലോ വേണ്ടത്. പ്രോഫിറ്റ് മാറ്റമല്ല. അത് ഇവരുടെ തെറ്റാടാ, ഇവരുടെ തെറ്റാണ്. ഇവിടെ 192.5 കിട്ടുന്നത്. ഇവിടെ 17,192.5 നമുക്ക് കിട്ടാം.
ഇവരെന്തിനാ ഇതെടുത്ത്? അവര് റൗണ്ട് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഫിനിഷ്ഡ്. ആൻഡ് റിമെമ്പർ, ഞാൻ ഇവിടുത്തെ ട്രിക്കും കൂടി പറഞ്ഞുതരാം. 1/3 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/4 ഓൺ സെയിൽ ആയിരിക്കും. മനസ്സിലായോ? 1/3 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/4 ഓൺ സെയിൽ ആയിരിക്കും. സോ 1/4 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/5 ഓൺ സെയിൽ ആയിരിക്കും. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33.33%. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%. ഓക്കെ, ഇവിടെ 1/5 എന്നാണെങ്കിൽ അടുത്തത് 1/6. 1/6, 1/5 ആണ് കോസ്റ്റ് തരുന്നുണ്ടെങ്കിൽ 1/6 ആയിരിക്കും സെയിൽ നമ്പർ. ഓക്കെ, ക്ലിയർ വിത്ത്? സോ ഓൾമോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് റിമെമ്പർ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, 4th ക്വസ്റ്റ്യന്. അതൊന്ന് ചെക്ക് ചെയ്യണേ. 4th ക്വസ്റ്റ്യനിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യും. ആ പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ശ്രദ്ധിച്ചാൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 4 ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഗുഡ്സ് ട്രാൻസിറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കും, സാധനം നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. വാ നൈസ് ക്വസ്റ്റ്യൻ. എന്നോട് ഒരാൾ ചോദിച്ചേ 2/5 ഓൺ കോസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യാം? 2/5 ഓൺ കോസ്റ്റ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ എഴുതണം. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്. കാരണം എപ്പോഴും ന്യൂമറേറ്റർ 1 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ന്യൂമറേറ്റർ 1 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ 1, ഇപ്പൊ 1/3 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/4 ഓൺ സെയിൽ അല്ലേ? അപ്പൊ 1/5/2 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/5/2 plus 1. You get 1/7/2 equal to 2/7 on 2/7 ആയിരിക്കും. സോ ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, സോ യു ഹാവ് ടു ടേക്ക് ലൈക്ക് ദാറ്റ്. ശരി, ഇപ്പൊ ഇവിടെ 2/5 ആണെങ്കിൽ ഇത് 2/5 ആണെങ്കിൽ അതിന്റെ അർത്ഥം 1/2.5 അല്ലേ? അപ്പൊ ഒന്നുമില്ലടാ, 2/5 ആണെങ്കിൽ 1/5/2 അല്ലേ? You can write it like 1/2.5. 1/2.5 കോസ്റ്റ് ആണെങ്കിൽ 1/3.5 ഓൺ സെയിൽ. ഇതാണ് ആൻസർ. ഫിനിഷ്ഡ്. 1/3.5 ഇതാണ് ആൻസർ. 1/3.5നെ നമുക്ക് 1/7/2 എന്ന് എഴുതാം. ഫൈനലി യു ഗെറ്റ് 2/7. സോ അത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. 4th ക്വസ്റ്റ്യൻ നോക്കുമ്പോ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പെർപെച്വൽ ആൻഡ് ഫിസിക്കൽ ഇൻവെന്ററി സിസ്റ്റം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചേക്കെ. ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ ഒരു ടൈം പീരീഡിൽ ഇത്ര തന്നെ എടുക്കുന്ന വലിയ കാര്യം. തീർന്നുള്ളൂ ചാപ്റ്റർ അല്ലേ? ആകെ വെയിറ്റഡ് ആവറേജും ഫിഫോ മാത്രമല്ല, അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ. ഇനിയും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ഫോർ യു. നോക്കട്ടെ, ജസ്റ്റ് അതൊരു 2 minutes ഞാൻ പറഞ്ഞു വിടാം. എക്സാം ഉണ്ട്, അതാണ്. ഏതാ ചാപ്റ്റർ അല്ലേ? യെസ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇതിനേക്കാൾ ലെങ്ത് ആണ്. അപ്പൊ ഇത്രയും എടുക്കാനും പറ്റില്ല. വിൽ സ്പീഡ് അപ്പ്. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ആൻഡ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. സോ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ വെരിഫൈ ചെയ്യാം. ഫിസിക്കലി വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പോയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? ഫിസിക്കൽ സ്റ്റോക്ക് കണ്ടു. ഓക്കെ, ഫിസിക്കൽ സ്റ്റോക്ക് എത്രയാണെന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ വെരിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടാൻ പോകുന്നത് ഫൈനൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നാണ് ആദ്യം കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയാം, പർച്ചേസ് എത്രയാണെന്ന് അറിയാം. ഫസ്റ്റ് നമ്മൾ ഗോഡൌണിൽ പോയിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് കണ്ടു. ഓക്കെ, അപ്പൊ ഫിസിക്കൽ സ്റ്റോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ? അപ്പൊ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് ഇത് കിട്ടുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ? മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യും. പക്ഷെ നേരെ മറിച്ചിട്ട് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണെങ്കിൽ ബുക്കിന്റെ ബേസിസിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അക്കൗണ്ട്സ് കറക്റ്റ് ഏതൊക്കെ സാധനം പോയി വന്നു എന്നൊക്കെ നോക്കും.
ഇവിടെ ആകുമ്പോൾ നമ്മൾ ഫൈനൽ സാധനം എത്രയാണോ ബാലൻസ് ഉള്ളത്, എടാ 100 സാധനം ഉണ്ട്, നിങ്ങൾ വാങ്ങിച്ചു, ആ ഓപ്പണിംഗ് ഉണ്ട്, 50 എണ്ണം പുതിയതായിട്ട് വാങ്ങിച്ചു, 20 എണ്ണം ബാലൻസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 150, ഓക്കെ 130 എണ്ണം നിങ്ങൾ വിറ്റുപോയി എന്നല്ലേ എടുക്കുള്ളൂ, അല്ലെ? 150 സാധനം ഉണ്ടായിട്ട് 20 എണ്ണം ബാക്കി ഉണ്ടെങ്കിൽ 130 എണ്ണം വിറ്റുപോയി എന്നല്ലേ എടുക്കൂ. ആ അപ്പൊ ഈ 130 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കലി ഫസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് ഇത് കിട്ടും. അപ്പോ ഇൻ കേസ് ഈ 130 എണ്ണത്തിൽ 5 എണ്ണം ലോസ് ആണെങ്കിൽ കൂടിയും നമ്മൾ അത് ഇതിലേട്ടല്ലേ എടുക്കുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലാണ് ഈ ലോസും കൂടി വരാം. ഈ 130 എണ്ണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ പെടും. ഓക്കെ, അപ്പൊ ലോസ് എവിടെ വരുന്നത്? ഇൻ ദിസ് കേസ് ലോസും കൂടി നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യും? ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്ലൂഡ്സ് ലോസ്. ഓക്കെ, പിന്നെ ഇൻവെന്ററി കൺട്രോൾ അത്ര ഈസി അല്ല, എത്രയൊക്കെ സാധനം പോകുന്നതൊക്കെ ഈസി അല്ല, സിമ്പിൾ ആണ്, എക്സ്പെൻസീവ് ഒന്നും അല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പീരിയോഡിക് സിസ്റ്റം ചെയ്യുമ്പോൾ, അതായത് ഫിസിക്കലി കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ആവശ്യം വരും. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണെങ്കിൽ ബുക്കിന്റെ ബേസിസിലാണ്. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടും, മനസ്സിലായോ? ഓപ്പണിംഗ് അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് അറിയാം, പർച്ചേസ് അറിയാം. ഓപ്പണിംഗ് നമുക്കറിയാം, പർച്ചേസ് അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയില്ല. അല്ല, ഇൻവെന്ററി അറിയില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം. അപ്പൊ ഇൻവെന്ററി നമ്മൾ ഇങ്ങനെ കണ്ടു. യെസ്, സോ ഇത് കിട്ടിയിട്ടുണ്ട്, ഓപ്പണിംഗ് അറിയാം, പർച്ചേസ് അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻവെന്ററി കണ്ടുപിടിക്കാം. സോ ഇവിടെ ബാലൻസിങ് ഫിഗർ വരുന്നത് ഇൻവെന്ററി ആണ്. ഓക്കെ, അപ്പൊ ഫിസിക്കലില് ഫസ്റ്റ് നമുക്ക് സ്റ്റോക്ക് അറിയാം, എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കും. പെർപെച്വലില് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം, എന്നിട്ട് നമ്മൾ സ്റ്റോക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലാണ് ലോസസ് ഉള്ളത്, ഇവിടെ ക്ലോസിംഗ് ഇൻവെന്ററിയിലാണ് ലോസ് ഉള്ളത്. പിന്നെ ഇൻവെന്ററി കൺട്രോൾ ഈസ് ഈസി, കോസ്റ്റ്ലിയർ ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ മെത്തേഡ്. ആൻഡ് നമ്മളെ ബിസിനസ് ഒക്കെ അഫക്ട് ചെയ്യാത്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ ഈ 2 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യണോ? യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, പ്രശ്നമില്ല കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, സോ നമുക്ക് നാളത്തെ ടോപ്പിക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഏതാണ്. സോ ഇതേപോലെ തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ബൈ.